ശരി സജിത്, നമുക്കിനി വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മലപ്പുറം കരുവാരക്കുണ്ടിൽ വലയിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തിയെന്നുള്ള ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രക്കിങ്ങിനായിട്ട് പോയതായിരുന്നു 3 പേർ. അവരിൽ ഒരാൾക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചു, പക്ഷെ 2 പേർ അവിടെ കുടുങ്ങുകയായിരുന്നു. അവർക്ക് ഈ പാറയിൽ തെന്നി വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഷംനാസ് എന്ന ആളാണ് ആദ്യം മലയിറങ്ങിയത്. മറ്റു 2 പേരെ രക്ഷപ്പെടുത്താൻ അയാളാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, അല്ലെങ്കിൽ അത് അറിയാതെ പോകുമായിരുന്നു എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പോലീസും അഗ്നിരക്ഷാസേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും വനം വകുപ്പും പ്രദേശവാസികളും ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. വണ്ടി എവിടെയാ? കായത്തല്ലേ? വണ്ടി കായത്തല്ലേ? അരിപ്പിക്ക് വിശദാംശങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ആശ്വാസകരമായ വാർത്തയാണല്ലോ നമുക്ക് ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും മല കാണാൻ, കാട് കാണാൻ കയറിയവർ മലയിൽ കുടുങ്ങി അവരെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത വരുമ്പോൾ എപ്പോഴാണ് അവർ ഈ കൂമ്പൻമല കാണാനായി കയറിയത്? ഈ ഒരാൾ തിരിച്ചിറങ്ങിയെന്നറിയുന്നു. ഒപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് അശ്വതി. വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി ഇന്ന് ആദ്യം പങ്കുവെക്കാനുള്ളത്. 3 പേർ അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കരുവാരക്കുണ്ട് കൂമ്പൻമല കയറാൻ തുടങ്ങിയത്. സൈലന്റ് വാലി ബഫർ സോണിനോട് ചേർന്നുള്ള മേഖലയാണ് ഈ കൂമ്പൻമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവർ 3 പേരും കരുവാരക്കുണ്ട് സ്വദേശികളാണ്. കരുവാരക്കുണ്ട് മാമ്പുഴ സ്വദേശികളായ യാസിൻ, അഞ്ചൽ, ഷംനാസ് എന്നിവരാണ് 3 പേരായി അവർ മല കയറാൻ തുടങ്ങിയത്. നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇതിൽ 3 പേരിൽ 2 പേർ മലയിൽ നിന്ന് ഒരു പാറയിൽ കാൽ വഴുതി വീണു. നല്ല കോടമഞ്ഞും മഴയുമുള്ള സാഹചര്യമായിരുന്നു. അവർക്ക് ഒറ്റയ്ക്ക് മലയിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. ആ സാഹചര്യത്തിൽ ഷംനാസാണ് ആദ്യം താഴേക്കെത്തി ഈ കൽക്കുണ്ട് ഭാഗത്ത് എത്തി ഒരു വീട്ടിൽ ചെന്ന് മുകളിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവർക്ക് മലയിറങ്ങാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന കാര്യം അറിയിച്ചത്. ഈ വീട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസും അഗ്നിശമന സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും, പ്രധാനമായിട്ടും പറഞ്ഞ നാട്ടുകാരെയാണ്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇവരെ താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വളരെ ദുഷ്കരമായ ദൗത്യമായിരുന്നു. സൈലന്റ് വാലി ബഫർ സോൺ ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്. കാട്ടിൽ നല്ല മഴയും കോടമഞ്ഞും കൂടി ആയതോടെ തന്നെ ആളുകൾക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് സമയമെടുത്ത് പല വഴികളും തെളിച്ചാണ് ഇവരെല്ലാം തന്നെ അവരെ കണ്ടെത്തിയത്. ഒരു രക്ഷാ ദൗത്യ സംഘം ഇവർക്ക് അരികിലേക്ക് ഏകദേശം 50 മീറ്റർ അരികിലേക്ക് എത്തിയെങ്കിൽ പോലും ഒരു വലിയ വെള്ളം ഒഴുകുന്ന വഴി, അല്ലെങ്കിൽ മഴയുടെ ശക്തിയിൽ വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു ചാലുണ്ടായിരുന്നു. അത് മുറിച്ചു കടക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തെ രക്ഷാ ദൗത്യ സംഘം മറ്റൊരു മലയുടെ വശത്തിലൂടെ വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കാട്ടിൽ നിന്നും മുളന്തണ്ട് വെട്ടി സ്ട്രെച്ചർ ഉണ്ടാക്കിയാണ് ഈ 2 പേരെ അവർ താഴേക്ക് എത്തിച്ചത്. ആദ്യം കരുവാരക്കുണ്ടിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അവരെ കൊണ്ടുപോയത്. രാത്രി ഏകദേശം 1:30-2 മണിയായിരിക്കുന്നു ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ. അതിൽ നിന്ന് അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിൽ യാസീനും അഞ്ചലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ അഞ്ചലിന്റെ നടുവിന് ചെറിയ മുറിവ് അല്ലെങ്കിൽ പരിക്ക് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യാസീനും ദേഹത്ത് മുറിവുകളുണ്ട്. നിലവിൽ ഇരുവരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 2-3 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അശ്വതി, സജിത്. അനുമോദ, ഈ ഷംനാസ് എന്ന് പറയുന്ന ആള് പുറത്തേക്ക് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങാൻ പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ 2 പേർ കുടുങ്ങി എന്നുള്ള വിവരം നാട്ടുകാരെയും ഫയർഫോഴ്സിനെയൊക്കെ അറിയിക്കാനായത്, അല്ലേ? അതൊരു വലിയ അപകടം ഒഴിവാക്കി.
തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരാൾക്ക് താഴെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അയാൾക്ക് ഈ താഴെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഈ മഴയും ഇരുട്ടും കോടമഞ്ഞും എല്ലാം കൂടി വരുന്ന സമയത്ത് ഇവരിവിടെ പെട്ടുപോയ കാര്യം എവിടെയാണെന്ന കാര്യം ചിലപ്പോൾ നാട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മൊബൈലിൽ ഈ രണ്ടുപേരെ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നത് ഇവർ സുരക്ഷിതരാണ് എന്ന ഒരു മെസ്സേജ് രക്ഷാദൗത്യ സംഘത്തിന് നൽകുന്നതായിരുന്നു. അത് ഒരു വലിയ ഘടകമായിട്ടാണ്. കാര്യം മൊബൈൽ റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇവർക്ക് നിലയുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു ഈ രക്ഷാദൗത്യത്തിന്റെ വലിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ നേട്ടമായിട്ട് കാണേണ്ടത്. കാരണം അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ ഈ ഒരു സാങ്കേതിക സംവിധാനം കൊണ്ട് അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരാൾ ആദ്യം താഴെ ഇറങ്ങി മലയുടെ ഇന്ന ഭാഗത്താണ് ഇവർ കുടുങ്ങിയിട്ടുള്ളത്, ഇവരുടെ ആരോഗ്യസ്ഥിതി ഇങ്ങനെയാണ്, ഇവർക്ക് ഇതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു മുന്നൊരുക്കത്തിൽ ഇവരെ രക്ഷിക്കാൻ അവർക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാണെങ്കിലും ഒരു നാട്ടുകാരുടെ വലിയ ഒരു ഐക്യം അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാം മറന്ന് ഈ ഒരു സമയത്ത് ഒന്നിച്ചവർ ഈ ഒരു ദുഷ്കരമായ സാഹചര്യത്തിലും അവർ ഈ രക്ഷാദൗത്യത്തിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസും ദൗത്യസേനയും വനം വകുപ്പിന്റെയും അഗ്നിശമന സേനയുടെയും ഒക്കെ അംഗങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ധാരണ പ്രദേശവാസികൾക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ മേഖലയെക്കുറിച്ചുള്ള മുൻപരിചയമൊക്കെ ഈ ഒരു രക്ഷാദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സൈലന്റ് വാലി ബഫർ സോൺ ഏരിയയുടെ പരിധിയിലായതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇവിടേക്ക് പ്രവേശനമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു മേഖലയ്ക്ക് സമീപത്തായിട്ട് സ്വകാര്യ വ്യക്തികളുടെ ഒരുപാട് എസ്റ്റേറ്റുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ ഒരു സ്വകാര്യ എസ്റ്റേറ്റിലൂടെയും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ ആളുകളൊക്കെ വനത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികൾ തന്നെ പറയാം. കാരണം 17, 18, 20 വയസ്സ് മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്കെതിരെ ഈ നടപടികൾ എന്തെങ്കിലും വനവകുപ്പ് എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും നിയന്ത്രിതമായ പ്രവേശനമുള്ള വനംവകുപ്പിന് അനുമതിയോടെ മാത്രം പ്രവേശനമുള്ള സ്ഥലത്താണ് ഇവർ കടന്നത് എന്നത് വ്യക്തമാണ്. പക്ഷേ മറ്റ് നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുമോ, നിയമം ലംഘിച്ചതിന്റെ മറ്റ് വനംവകുപ്പിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല. അശ്വതി, സജിത്. നമുക്ക് ഈ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ ഈ എമർജൻസി ഫോഴ്സിന്റെ ഒക്കെ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം, അതിന് നമ്മൾ ഈ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. അവർ വിളിച്ച സമയത്ത് കൃത്യമായി എത്തുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തത്. അതിനപ്പുറത്തേക്ക് അനുമോദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആളുകൾക്ക് കയറാൻ പറ്റുന്ന ഒരു മലയല്ല, അല്ലെങ്കിൽ അവിടേക്ക് സന്ദർശകരെ കടത്തിവിടുന്ന ഒരു മലയല്ല. അവിടേക്ക് ഇതുപോലെയുള്ള യാത്രകൾ ഇതിപ്പോൾ ആദ്യമായല്ല ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെ കുടുങ്ങുന്നത് ആദ്യമായല്ല. നമുക്കറിയാം, നമുക്ക് മുന്നിൽ ബാബുവിന്റെ മലകയറ്റവും ഇറക്കാനായി നമ്മൾ എത്രയോ മണിക്കൂർ പ്രയത്നിച്ചതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഇത്തരത്തിൽ ആളുകൾ മുകളിലേക്ക് കയറുന്നത് ഏത് രീതിയിൽ തടയും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയല്ലേ അനുമോദ്? ഇതിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൂമ്പൻമലയും അതിന്റെ പരിസരമൊക്കെ കരുവാരകുണ്ട് മേഖലയിലുള്ളവർക്ക് അവരുടെ സ്വന്തം മേഖല പോലെയുള്ള സ്ഥലങ്ങളാണ്. അത് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലും അധീനതയിലാണെന്ന് പറഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ച് അത് അവരുടെ നാട്ടിലെ ഒരു പ്രധാന ഇടമാണ്, പ്രധാന മലയാണ്. മാത്രമല്ല അവിടേക്ക് വനംവകുപ്പിന്റെ നിയന്ത്രണങ്ങൾ ഇല്ലാതെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മേഖലയ്ക്ക് ചുറ്റുമായിട്ട് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ഈ മലയുടെ മുകളിലേക്ക് പോകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത ധാരാളമായിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും അത്തരത്തിലൊരു യാത്രയായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. ഇത് വനംവകുപ്പ് കൃത്യമായി ജണ്ട കെട്ടി മുള്ളുവേലി കെട്ടി തിരിച്ച ഒരു ഇടമൊന്നും അങ്ങനെയൊന്നും വനത്തിന് തിരിക്കാൻ വനംവകുപ്പിനാവുകയില്ല. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൈലന്റ് വാലി ഈ ബഫർ സോൺ ഏരിയ അല്ലെങ്കിൽ സൈലന്റ് വാലി മലനിരകൾ എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു കാലാവസ്ഥയുള്ള അതീവ ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള ഒരിടമാണ്. അവിടെ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്യാം, കോടമഞ്ഞിറങ്ങാം. നമുക്ക് കാണുന്ന ഒരു മല നിമിഷ നേരം കൊണ്ടാണ് മറ്റൊന്നായിട്ട് മാറുക. ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കയറുന്ന മലയാകില്ല ഇറങ്ങുമ്പോഴുള്ള മല, അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാലാവസ്ഥ, അതായത് കനത്ത മഴയും കോടമഞ്ഞും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാവുന്ന അവസ്ഥ, നേരത്തെ ഇരുട്ട് വീഴാവുന്ന അവസ്ഥ, വെളിച്ചം മറ്റിടങ്ങളിലേക്കാൾ കുറഞ്ഞുള്ളൊരവസ്ഥ ഈ നിബിഡ വനമേഖല ആയതുകൊണ്ട് അങ്ങനെ പല ഭൗതിക സാഹചര്യങ്ങളും ഭൗതിക കാര്യങ്ങളുമുണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഇതൊക്കെ വനം വകുപ്പ് കൃത്യമായിട്ട് കുറേം കൂടി കർശനമായൊരു നിരീക്ഷണം, ഒരു നിബന്ധനകൾ അല്ലെങ്കിൽ കുറച്ചും കൂടി
സുരക്ഷ ഈ ഒരു മേഖലയ്ക്ക് നൽകും എന്ന് ഉറപ്പ് തന്നെയാണ്. എങ്കിൽ പോലും ആളുകൾ സ്വയം മനസ്സിലാക്കി ഇത്തരം സാഹസികമായ ഉദ്യമങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കി പിന്മാറുകയാണ് ഏറ്റവും ഉചിതമായൊരു കാര്യം. അശ്വതി, സജിത്. തീർച്ചയായും ശരിയാണ് അനുമോദ് പറഞ്ഞത്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് ആ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ അത് മറിച്ചായതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. അവിടെ കുടുങ്ങി എന്നുള്ളത്. എന്തായാലും അത് നടന്നിരിക്കുന്നു, അവരെ സേവ് ചെയ്യാൻ കഴിഞ്ഞു നമുക്ക്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം. CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രഭാത കേരളത്തിൽ നിരവധി വാർത്തകളുണ്ട്. പ്രേക്ഷകരിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പം നമ്മൾ തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ നമുക്കൊപ്പം ചേരുന്നത് നന്ദകുമാർ തിരുവനന്തപുരത്ത് നിന്നും. ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പുറത്തു വരികയാണ്. അതായത് SSLC പരീക്ഷയ്ക്ക് ശേഷം കുട്ടികളുടെ നെഞ്ചിരിപ്പേറ്റുന്ന ദിവസമാണ്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുക? എന്താണ് ഇത്തവണത്തെ പരീക്ഷാഫല പ്രഖ്യാപനത്തിലെ സങ്കീർണതകൾ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? സജിത്, അശ്വതി, എന്തായാലും വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് +2കാരുടെ ദിവസം തന്നെയാണ്. 4,42,067 വിദ്യാർത്ഥികൾ ഇന്ന് +2 ഫലം കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 3 മണിക്കാണ് ഈ ഒരു +2 ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളുടെ ഫലം പ്രഖ്യാപിക്കുക. 3 മണിക്ക് ഫലം പ്രഖ്യാപിക്കുമെങ്കിലും 4 മണിയോട് കൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാഫലം അറിയാൻ സാധിക്കുക. പ്രധാനമായും ഏകദേശം 5ഓളം വെബ്സൈറ്റുകൾ ഇതിനായി നൽകിയിട്ടുണ്ട്. Kerala-results.nic.in, PRD-Kerala.gov.in, result.kerala.gov.in തുടങ്ങിയ 5ഓളം വെബ്സൈറ്റുകൾ വഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാഫലം 4 മണിയോടുകൂടി അറിയാനും സാധിക്കും. അത് മാത്രമല്ല മൊബൈൽ ആപ്പുകൾ വഴിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം അറിയാൻ സാധിക്കും. PRD ലൈവ് ആപ്പ് ഉൾപ്പെടെ സഫലം 2023 ആപ്പ് എന്നീ ആപ്പുകളിലൂടെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം അറിയാൻ സാധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 മണിക്ക് PRD ചേംബറിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ഔദ്യോഗികമായി പരീക്ഷാഫലം പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ പരീക്ഷാ ശതമാനം ഇപ്രാവശ്യം വർദ്ധിക്കും, വിജയ ശതമാനം വർദ്ധിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം ഏകദേശം 83.87% ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഈ ഒരു വിജയ ശതമാനം. അതിൽ അപ്പുറം 2021 ഈ ഒരു വിജയ ശതമാനം കഴിഞ്ഞ വർഷം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം കൂടുതൽ നന്നായിട്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ച സ്ഥിതിക്ക് ഈ രീതിയിൽ കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ ഒരു വിലയിരുത്തലായിരുന്നു പരീക്ഷ നടത്തിയതിനു ശേഷം. ഏകദേശം 2023 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു ഈ ഒരു പരീക്ഷ ഈ ഒരു മൂല്യനിർണ്ണയം അടക്കം സർക്കാരിന് മൂല്യനിർണ്ണയം നടത്താൻ സാധിച്ചത്. അങ്ങനെ വലിയൊരു പ്രിപ്പറേഷൻസ് ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായി സർക്കാർ നടത്തിയിരുന്നു. എന്തായാലും ഇനി ഫലം കാത്ത് 4,42,067 വിദ്യാർത്ഥികൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. 4 മണിയോടുകൂടി അവർക്ക് അവരുടെ വെബ്സൈറ്റുകൾ വഴിയൊക്കെ തന്നെ ഈ ഒരു പരീക്ഷാഫലം അറിയാൻ സാധിക്കും. സജിത്, അശ്വതി. അതാണ് നന്ദൻ വ്യക്തമാക്കിയത്. എന്തായാലും 4 മണിയോടുകൂടി വിപുലമായ സംവിധാനമാണ് പരീക്ഷാഫലം അറിയാൻ കുട്ടികൾക്ക് വേണ്ടി. അതെ, ഒപ്പം നന്ദൻ പോകരുത്. നന്ദനിൽ നിന്ന് ഇനിയും വാർത്തകൾ അറിയാനുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരുപാട് വാർത്തകളുണ്ട്. നന്ദൻ തുടരുക. നമുക്കിനി ഒരു സ്റ്റോറിയിലേക്ക് പോകാം അല്ലെ. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിൽ അധ്യാപകരുടെ കുറവ്. അധ്യാപക തസ്തിക നിർണയം പൂർത്തിയായെങ്കിലും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ശുപാർശയ്ക്ക് ധനവകുപ്പ് അനുമതി നൽകാത്തതാണ് ഇത് തടസ്സപ്പെടാൻ കാരണം. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് ഈ ധനവകുപ്പിന്റെ ഈ തീരുമാനം. കോവിഡ് മൂലം തടസ്സപ്പെട്ട അധ്യാപക തസ്തിക നിർണയം കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കിയത്. ഫെബ്രുവരിയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ അധികമായി വരുന്ന തസ്തികകളുടെ അനുമതിക്കായി വിദ്യാഭ്യാസ വകുപ്പ് ധനവകുപ്പിനെ സമീപിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിക്കൽ തൽക്കാലം വേണ്ടെന്ന നിലപാടിലാണ് ധനവകുപ്പ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ മാത്രം ഫയൽ പരിഗണിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സ്വാഭാവികമായും ഫയലിൽ ധനവകുപ്പ് എതിർപ്പ് രേഖപ്പെടുത്തും. ഇതോടെ വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്കെത്തിച്ച് തസ്തിക സൃഷ്ടിക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഈ നീക്കങ്ങളിൽ വെട്ടിലായത് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും മുൻപ് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ തസ്തിക നിർണ്ണയം കൃത്യമായി നടക്കുന്നുണ്ട്. തസ്തിക നിർണ്ണയം വഴി
കുട്ടികൾ കുറയുന്ന സ്കൂളുകളിൽ പോസ്റ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിനകത്ത് ആ പോസ്റ്റുകൾ നഷ്ടപ്പെടുന്ന സ്കൂളുകളിലെ അധ്യാപകരെ മറ്റ് സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കുന്നുണ്ട്. പക്ഷേ അത് റിട്ടയർമെൻറ്റിനെയും HM പ്രൊമോഷനും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരികയും അധികമായി ഉണ്ടാകുന്ന തസ്തികകൾ അംഗീകരിക്കാതെയും വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അധ്യാപകരില്ലാത്തത് സ്കൂളുകളിലും വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇതൊഴിവാക്കാൻ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചാണ് പല സ്കൂളുകളിലും അധ്യയനം നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് റവന്യൂ വകുപ്പിലെ അഴിമതി. ഒരു വില്ലേജ് അസിസ്റ്റന്റ് നടത്തിയ വലിയ അഴിമതിയും ഒരുപക്ഷെ വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള ചില അദ്ദേഹം നടത്തിയ കൈക്കൂലി ഇടപാടുകളുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ വകുപ്പ് കർശനമായ ചില നടപടികൾക്കൊരുങ്ങുകയാണ്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശനമായ നടപടികളിലേക്കാണ്. അതിൽ പ്രധാനം ഇത്തരം അഴിമതി കേസുകളിൽ പെടുന്നവരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനാണ് റവന്യൂ വകുപ്പ് ഒരുങ്ങുന്നത്. അതിന്റെ നിയമസാധ്യത പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ ഓരോ 3 വർഷം കൂടുമ്പോഴും കൃത്യമായ സ്ഥലം മാറ്റം നൽകാനും റവന്യൂ വകുപ്പിൽ തീരുമാനമായിട്ടുണ്ട്. കൈക്കൂലിയിലൂടെ 1.5 കോടിയുടെ സ്വത്ത് സമാഹരിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി സുരേഷ് കുമാർ പിടിയിലായതോടെയാണ് നടപടി ശക്തമാക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചത്. നിലവിൽ സസ്പെൻഷൻ കാലയളവിൽ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം ലഭിക്കും. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ സർവീസിൽ പ്രവേശിക്കുമ്പോൾ ശമ്പളത്തിന്റെ കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കും. ഇത് കീഴ്വഴക്കമായി തുടരുന്നതിനാൽ അഴിമതി നടത്താൻ സർക്കാർ ജീവനക്കാർ മടിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കാൻ ശക്തമായ തെളിവുകൾ ശേഖരിച്ച് കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യതകളാണ് റവന്യൂ വകുപ്പ് പരിശോധിക്കുന്നത്. 3 വർഷം തുടർച്ചയായി വില്ലേജ് ഓഫീസുകളിൽ സേവനമനുഷ്ഠിച്ച വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റും. റവന്യൂ ഇന്റലിജൻസ് ശക്തിപ്പെടുത്തും. വില്ലേജ് അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരേ കേന്ദ്രങ്ങളിൽ 3 വർഷത്തിലേറെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആ അക്കാര്യത്തിലുള്ള നടപടി കൂടി ഇത്തരമൊരു അപായ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ആലോചിക്കുന്നത്. എല്ലാ മാസവും ലാൻഡ് റവന്യൂ കമ്മീഷണറും റവന്യൂ സെക്രട്ടറിയും മന്ത്രിയും അടങ്ങുന്ന സംഘം ഓരോ ജില്ലയിലും മിന്നൽ പരിശോധന നടത്തും. അഴിമതി വിവരങ്ങൾ പൊതുജനങ്ങൾക്കറിയിക്കാൻ ടോൾ ഫ്രീ നമ്പറും ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും അതൊരു നല്ല തീരുമാനമാണല്ലോ. അത്തരത്തിലൊരു കർശന നടപടിയിലേക്കൊക്കെ നീങ്ങുമ്പോൾ അത് എത്രത്തോളം വിജയകരമാകും എന്നതിനപ്പുറത്തേക്ക് അങ്ങനൊരു ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഇന്നലെ സുജിത്ത് കൈക്കൂലി വാങ്ങിയ ആളുടെ വീട്, സുരേഷ് കുമാർ, അയാളുടെ വീട് പരിശോധിച്ചപ്പോൾ കിട്ടിയ സാധനങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടിപ്പോവാണ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് നാണയങ്ങൾ 17 കിലോ നാണയങ്ങൾ, ഒപ്പം മുട്ട, പുഴുങ്ങിയ മുട്ടയൊക്കെ കൈക്കൂലി വാങ്ങുക എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള അത് ഈ സത്യം പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കൈക്കൂലി വാങ്ങുന്നവരൊക്കെ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ടാകാം. എന്തായാലും അത്തരത്തിലൊരു ഈ അഴിമതി തടയുന്നതിനായുള്ള കർശന നടപടികളിലേക്ക് കിടക്കുമ്പോൾ നമുക്കൊരു ആശ്വാസകരമാണ്, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് നന്ദനോട് ചോദിക്കാം. നന്ദൻ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. നന്ദൻ, നമ്മൾ തിരികെ വരുമ്പോൾ ഈ റവന്യൂ വകുപ്പിലെ അഴിമതി തടയാനുള്ള ചില നിർദ്ദേശങ്ങൾ ഇന്നലെ മന്ത്രി പങ്കുവെക്കുകയും ചെയ്തു. നന്ദന്റെ വാർത്തയിൽ അതിന്റെ വിശദാംശങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു സംശയം, കാരണം അഴിമതി തടയാൻ വേണ്ടി, കൈക്കൂലി തടയാൻ വേണ്ടി ഇപ്പോഴല്ല ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. വളരെ നേരത്തെ തന്നെ വിപുലമായ പ്രഖ്യാപനങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായതാണ്. പക്ഷെ അതിനുശേഷവും റവന്യൂ പോലെ സുപ്രധാനമായ വകുപ്പുകളിൽ ഇങ്ങനെ കൈക്കൂലി ഇപ്പോഴും നടക്കുന്നു എന്നത് ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ലാത്ത രീതിയിലുള്ള ഇടപാടുകളാണ് നടന്നതെന്നാണ് പുറത്തു വന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ തെളിവുകൾ. എന്താണ് ഇനി റവന്യൂ വകുപ്പ് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഈ പ്രഖ്യാപനങ്ങൾ എത്ര കണ്ട് സാധ്യമാണ് അത് നടപ്പിലേക്ക് കൊണ്ടുവരാൻ? സജിത്ത്, എന്തായാലും ഈ അഴിമതി തുടച്ചു നീക്കുമെന്ന മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെയും ആവർത്തിച്ചിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ വെള്ളത്തിലെഴുതിയ വര പോലെയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി. നമ്മൾ ചില കണക്കുകൾ വിജിലൻസ് നിന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അവിടെ നിന്നും അനൌദ്യോഗികമായി ലഭിച്ച കണക്കുകൾ പ്രകാരം 2022 14 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ റവന്യൂ വകുപ്പിൽ നിന്ന് മാത്രം വിജിലൻസ് പിടികൂടിയത്. ഈ വർഷം ഇതുവരെ 9 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം പകുതി ആയിട്ടില്ല, എന്നിട്ട് കൂടി 9 പേരെയാണ് വിജിലൻസ് റവന്യൂ വകുപ്പിൽ നിന്ന് മാത്രം ഇതുവരെയും പിടികൂടിയത്. അങ്ങനെ വലിയ തോതിൽ ഈ റവന്യൂ വകുപ്പ് എന്നത് ഒരു അഴിമതിയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം 2022 മാത്രം 14 ഉദ്യോഗസ്ഥരെയാണ് പല റവന്യൂ വകുപ്പിലെ പല രീതിയിൽ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തത്. ഇത് പ്രത്യക്ഷ
ലക്ഷത്തിൽ കൈക്കൂലി വാങ്ങുന്നവർ മാത്രമാണ്. ഗൂഗിൾ പേ വഴിയും മറ്റ് കാര്യങ്ങൾ വഴിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നതൊക്കെ ഈ കുട്ടികളുടെ ഫീസ് അടക്കം കൈക്കൂലിക്കാർ ചോദിച്ചു, ഫീസ് അടക്കം സ്കൂളുകളിൽ കെട്ടിക്കൊടുക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളടക്കം ഈ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. അങ്ങനെ വിജിലൻസ് പിടികൂടാത്ത രീതിയിലുള്ള കൈക്കൂലി വാങ്ങുന്ന രീതിയിലുള്ള ആൾക്കാരും ഒരുപാട് റവന്യൂ വകുപ്പിൽ കൂടുതലാണ്. അങ്ങനെ ഒരു റവന്യൂ വകുപ്പിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ശുദ്ധികലക്ഷം തന്നെയാണ്. ഈ ഒരു പാലക്കയം വില്ലേജ് അസിസ്റ്റന്റിനെ പിടിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു ശുദ്ധികലശത്തിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഒരുങ്ങിയിട്ടുള്ളത്. എന്നാലും ഇത്തരത്തിൽ കൂടുതൽ തീരുമാനത്തിലേക്ക് റവന്യൂ വകുപ്പ് പോവുകയാണ്. ഓരോ 3 വർഷം കൂടുന്തോറും ഈ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സ്ഥലം മാറ്റുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ ഒരു ടോൾ ഫ്രീ നമ്പർ അടക്കം കൊണ്ടുവന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് ഇതെത്തിച്ച് കൈക്കൂലി വാങ്ങുന്നവരെ നേരിട്ട് പിടികൂടാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ തോതിലൊരു ശുദ്ധികലശം റവന്യൂ വകുപ്പിൽ നടത്തുമ്പോഴും ഇപ്പോഴും മറ്റു പല വകുപ്പുകളിലും വിജിലൻസ് പിടികൂടാത്ത രീതിയിലുള്ള ഈ ഒരു കൈക്കൂലി കേസുകൾ വലിയ തോതിൽ കൂടുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്തായാലും ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത് 3 യൂണിറ്റ് വിജിലൻസ് ആണ് റവന്യൂ വകുപ്പിലുള്ളത്. അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ നിയമിക്കാനും റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ലാൻഡ് റവന്യൂ കമ്മീഷണറും റവന്യൂ സെക്രട്ടറിയും മന്ത്രിയും അടങ്ങുന്ന സംഘവും മിന്നൽ പരിശോധന നടത്തും എന്ന കാര്യവും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ശുദ്ധികലശത്തിലേക്കാണ് റവന്യൂ വകുപ്പും മറ്റു വകുപ്പുകളും പോവുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പാലക്കയം വില്ലേജിലെ മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ല അടക്കമുള്ള പല ജില്ലകളിലും ഇപ്പോൾ ഈ കൈക്കൂലി വാങ്ങുന്നവരുമായി ബന്ധപ്പെട്ടുള്ള അവരിലേക്ക് കൂടി അന്വേഷണം വലിയ തോതിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിച്ചതിന് ശേഷം ഇവരെ സസ്പെൻഷനിലേക്കാണ് വിടുന്നത്. സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ പോലും അതിൽ പകുതി ശമ്പളം അവർക്ക് ലഭിക്കുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവർക്ക് മുഴുവൻ ആ ഒരു പിടിച്ചു വച്ചിരുന്ന ആ ശമ്പള കുടിശ്ശിക അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. പോകുന്ന ശമ്പളമൊക്കെ തന്നെ തിരികെ ലഭിക്കുകയും ചെയ്യും. വീണ്ടും അവർക്ക് കൈക്കൂലി വാങ്ങാനുള്ള അവസരവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കി കൃത്യമായ രീതിയിൽ കൈക്കൂലി വാങ്ങുന്നവരെ പിരിച്ചുവിടാൻ തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിലെയും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പിലെയും ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സജിത്, അശ്വതി. ശരി നന്ദൻ, താങ്ക് യു. ഇതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മൾ ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. സജിത്ത്, കൊച്ചിയിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു അമ്മയും അമ്മയുടെ സുഹൃത്തും അമ്മൂമ്മയും ചേർന്നൊരു 16-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ആ കുട്ടിയുടെ ആ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇന്ന് പോലീസിന് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് നടപടി സ്വീകരിച്ചെങ്കിലും വിഷയത്തിന്റെ ഗൗരവസ്ഥിതി കണക്കിലെടുത്ത് ബാലാവകാശ കമ്മീഷൻ കൂടി സ്വമേധയാ കേസിൽ ഇടപെടുകയായിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കളമശ്ശേരി പോലീസിന് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികളും റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കും. നിലവിൽ അടുത്ത ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് 16-കാരനായ കുട്ടി. അമ്മയും അമ്മയുടെ സുഹൃത്തും അമ്മൂമ്മയും ചേർന്നാണ് 16-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. നമുക്ക് ഈ വിശദാംശങ്ങളുമായി ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ ഈ ഒരു വാർത്ത ഇന്നലെ ഏറെ ഞെട്ടിച്ച വാർത്തയാണ്. ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ എത്ര കണ്ട് ഫലം ചെയ്യും? ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സംരക്ഷണം അടക്കമുള്ള തുടർ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ആലോചനകൾ നടന്നിരിക്കുന്നത്? ഡാനി. സജിത, ഇക്കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ സംരക്ഷണം തന്നെയാണ്. കാരണം ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അമ്മയും അമ്മൂമ്മയുമാണ് പിടിയിലായിരിക്കുന്നത്. ഒപ്പം അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആളും. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല നിർവഹിക്കേണ്ടതാണ് അമ്മയും അമ്മൂമ്മയും ചേർന്നാണ് ഈ കുട്ടിയുടെ കൈ തല്ലിയൊടിച്ചത്. കമ്പിയോടി കൊണ്ട് കൈ തല്ലിയൊടിച്ചത്, ശരീരത്തെ കത്രി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചത്, പരിക്കേൽപ്പിച്ചത് എല്ലാം ഇവർ രണ്ടുപേരും ചേർന്നാണ്. അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ, സുനീഷ് എന്ന് പറയുന്ന ആൾ ഈ കുട്ടിയെ പിടിച്ചു നിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അതെ, പക്ഷേ അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ സുനീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്ന് പറയുന്നത്. സുനീഷ് കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. അതോടൊപ്പം തന്നെ കാന്താരി മുളക് കുട്ടിയെ കൊണ്ട് തീറ്റിച്ചു. ഒപ്പം തന്നെ കീബോർഡ് എടുത്ത് തലക്കടിച്ചു. അങ്ങനെ ഗുരുതരമായ രീതിയിൽ തന്നെ കുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി സ്വന്തം വീട്ടിൽ സുരക്ഷിതനല്ല എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. മറ്റാര് സംരക്ഷിക്കുമെന്ന വലിയ ചോദ്യമുയരുന്നു. ഇവരുടെ മക്കളിൽ, അതായത് അമ്മ രാജേശ്വരിയുടെ മക്കളിൽ 3 മക്കളിൽ മൂത്തയാളാണ് ഈ
16 വയസ്സുള്ള ബാലൻ, മറ്റ് 2 കുട്ടികൾ കൂടിയുണ്ട്. അമ്മയുടെ സുഹൃത്ത് നിരന്തരം വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ മർദ്ദനം ഉണ്ടായത്. ആദ്യമൊക്കെ ശകാരമായിരുന്നു, പിന്നീട് അമ്മയുടെ സുഹൃത്ത് തന്നെ പലതവണ മർദ്ദിച്ചു. ഒടുവിൽ കഴിഞ്ഞ ദിവസം 22-ാം തീയതിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അത് വളരെയധികം അതിക്രൂരമായി മർദ്ദിച്ചു. ഒപ്പം ഒരു സുഹൃത്തിനൊപ്പമാണ് ചികിത്സ തേടിയത്. അങ്ങനെ ഈ കുട്ടിയുടെ ഒരു അരക്ഷിതാവസ്ഥ വളരെ വലുതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കളമശ്ശേരി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ കുട്ടിയുടെ സുരക്ഷ സംബന്ധിച്ച ഗുരുതരമായ ആശങ്ക, ഇതെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തുടർ നടപടികളെല്ലാം ഇനി ആ റിപ്പോർട്ടിനെ അടക്കമുള്ള കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ഈ കുട്ടിയുടെ സുരക്ഷ അല്ലെങ്കിൽ എവിടെയാണ് ഇനി വീട്ടിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകും. ഏതായാലും അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോക്ക് നടക്കുകയാണ്. റിപ്പോർട്ട് വൈകാതെ തന്നെ സമർപ്പിക്കും എന്നാണ് മനസ്സിലായത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത 3 പേരെയും, അമ്മുമ്മ വളർമതി, അമ്മ രാജേശ്വരി, അമ്മയുടെ സുഹൃത്ത് സുനീഷ് തുടങ്ങിയ ഈ 3 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കളമശ്ശേരി പോലീസ് CI വിപിൻ ദാസിന്റെ നേതൃത്വത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സജിത. യെസ് ഡാനി, അതാണ് ഡാനി വ്യക്തമാക്കുന്നത്. ഡാനി, ഒരു ചെറിയ കാര്യം കൂടി ഉള്ളത്, ഇന്ന് ഹൈക്കോടതിയിൽ 2 പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കപ്പെടുന്നു എന്നുകൂടി അറിയുന്നു. കൊച്ചിയിലെ വാർത്തകളിൽ പ്രധാനമായി അതുകൂടി വരുന്നുണ്ട്. ഒന്ന് വന്ദനാദാസിന്റെ വിഷയമാണ്. അതിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട ഒരു വിഷയം കൂടിയാണ്. കുടുംബത്തിന് 1 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അട്ടപ്പാടി മധു കേസിലെ പ്രതികൾ നൽകിയ അപ്പീലിലും ഇന്ന് കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് എന്തൊക്കെയാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡാനി? ഇതിൽ ഡോക്ടർ വന്ദനയുടെ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ വന്ദനയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോടതിയിലേക്ക് കേസ് എത്തിയിരിക്കുന്നത്. അഭിഭാഷകനായ മനോജ് രാജഗോപാലാണ് ഹർജിക്കാരൻ. ഈ അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഹർജിക്കാരൻ ഇതിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ളൊരു പരാമർശങ്ങൾ അടക്കം കോടതി നടത്തുന്നത് എന്നതും വളരെ നിർണായകം തന്നെയാണ്. ഒപ്പം തന്നെയാണ് അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലക്കേസിലെ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതിക്ക് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. മണ്ണാർക്കാട് കോടതി വിധിക്കെതിരെയാണ് ഈ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കോടതി വിധി റദ്ദാക്കണം എന്ന ഒരു ആവശ്യമാണ് പ്രതികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ജസ്റ്റിസ് വി അരുണിൻ്റെ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. 2 കേസും ഇന്ന് രാവിലെ തന്നെ പരിഗണനയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജിത. യെസ്, അതാണ് ഡാനി വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിലും 2 പ്രധാനപ്പെട്ട കേസുകൾ വരുന്നുണ്ട്. ഈ വന്ദന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. കാരണം കടുത്തുരുത്തിയിലെ വന്ദനയുടെ വീട്ടിലേക്ക് ഇന്ന് വനിതാ കമ്മീഷൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ഇന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്മൃതി ഇറാനി വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് ഉണ്ടാവുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ കൂടി ആ വിഷയത്തിൽ ഇടപെടുന്നു എന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. എന്തായാലും ഡാനി, വളരെ നന്ദി. രാവിലെ പ്രഭാത കേരളത്തിലെത്തി വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയതിന്. നമ്മൾ കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. സജിത്ത്, കൊച്ചി നമ്മൾ എപ്പോഴും പ്രഭാത കേരളത്തിൽ വാർത്തകൾ വരുമ്പോൾ നെഗറ്റീവായും പോസിറ്റീവായും ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നത്. അതിൽ നെഗറ്റീവായിട്ട് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുള്ളത് മാലിന്യ പ്രശ്നം തന്നെയാണ്. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കിടപ്പ് രോഗികളാണ്. കൊച്ചി കോർപ്പറേഷനിലേക്ക് എത്തിയാൽ കിടപ്പ് രോഗികളുടെ ഡയപ്പറും ഈ മെഡിക്കൽ വേസ്റ്റുകളും ഒക്കെ കോർപ്പറേഷൻ അവർ ശേഖരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിത് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ ഈ സ്വകാര്യ ഏജൻസികൾക്ക് അമിത തുക നൽകി ഈ വേസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ബ്രഹ്മപുരം തീപിടുത്തം കൊച്ചി കോർപ്പറേഷനെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കോർപ്പറേഷനിലെ മാലിന്യ നിർമ്മാർജ്ജനമാകെ തകിടം മറിഞ്ഞു. അതിലേറ്റവും നിർണായകമായത് കിടപ്പ് രോഗികളും അവരുടെ കുടുംബവും നേരിടുന്ന പ്രതിസന്ധിയാണ്. അഡൽട്ട് ഡയപ്പറുകൾ വീടിനുള്ളിൽ കുന്നുകൂടി കിടക്കുന്നു. ഡയപ്പറുകൾ അടക്കമുള്ള മെഡിക്കൽ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ സ്വകാര്യ കമ്പനികളെ സമീപിച്ചുവെങ്കിലും താങ്ങാനാവാത്ത തുകയാണ് ഈടാക്കുന്നത്.
അവർ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാനാണ് പറയണത്. അപ്പോൾ അവിടെ കിലോയ്ക്ക് 50 രൂപ വെച്ചാണ്. അപ്പോൾ ആഴ്ചയിലൊരു 700-800 രൂപയാകും ഞങ്ങൾ കൊടുക്കുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് മാസം തന്നെ ഇത് മേടിക്കാൻ തന്നെ 3000 രൂപയാകും. പിന്നെ അത് മേടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഇത് കൊടുക്കാനും കൂടി ഞങ്ങൾക്ക് സാമ്പത്തികം കുറവാണ്. ഞങ്ങൾ സാധാരണ ഹസ്ബൻഡ് ഓട്ടോ ഓടിയാണ് ജീവിക്കണത്. അപ്പം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് പറയുകയാണ് ഞങ്ങൾ. കോർപ്പറേഷനാകട്ടെ വിഷയം അറിഞ്ഞിട്ടും കേട്ടിട്ടില്ല എന്ന മട്ടിൽ. നിരവധി തവണ വിഷയം കൗൺസിലർ അവതരിപ്പിച്ചുവെങ്കിലും മേയർ മൗനം പാലിക്കുകയാണെന്ന് ആരോപണം. ഇത് കളയുന്നതിന് ഈ പറഞ്ഞ പോലെ ഒരു 2000 രൂപ എക്സ്ട്രാ വേണ്ടി വരും ഇത് കളയുന്നതിന്. കാരണം ഇത് കിലോഗ്രാമിന് 48 മുതൽ 60 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഇത് നനഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ 1 കിലോ ഡയപ്പർ സാധാരണ ഉപയോഗിക്കുന്നത് വെള്ളം വന്നു കഴിയുമ്പോൾ അതൊരു 3 കിലോയായിട്ട് വികസിക്കും. അപ്പോൾ അതിൻ്റെ ചിലവ് ഒരിക്കലും ഇവർക്ക് താങ്ങാൻ പറ്റില്ല. ഈ കാര്യം കഴിഞ്ഞ കൗൺസിലിൽ 2 ദിവസം മുമ്പ് കൂടി കൗൺസിലിലും ഞാനടക്കമുള്ള കൗൺസിലർമാർ ഉന്നയിച്ചിട്ടും അതിന് യാതൊരു മറുപടിയും പറയാതെ മേയർ ഒളിച്ചോടുന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ആരംഭിച്ച കർമ്മ പദ്ധതി അടുത്ത മാസം അവസാനിക്കും. ന്യൂസ് 18 കൊച്ചി. അശ്വതി പറഞ്ഞ പോലെ ഈ കൊച്ചിയിലെ മാലിന്യം എന്നും ഒരു നെഗറ്റീവ് വാർത്തയാവുകയാണെങ്കിൽ, അല്ലെ പ്രതിസന്ധി ഉണ്ടാകുന്ന വാർത്തയാണെങ്കിൽ, കൊച്ചിയിൽ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത കൂടി. അവിടെ കൊച്ചിയിലെ ക്യൂൻസ് വാക്ക്വേയിൽ 2 കിലോമീറ്റർ ദൂരം ഇനി സൗജന്യ വൈഫൈ ലഭ്യമാകുമെന്നതാണ്. സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു തെരുവിൽ ഈ രീതിയിൽ ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്നത്. ഹൈബി ഈഡൻ എംപിയുടെ വികസന ഫണ്ടിൽ നിന്നാണ് ഈ പണം ചെലവഴിച്ചത്. കൊച്ചിയിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരിടമായി ഗോശ്രീ ചാത്യാത്ത് റോഡിലെ ക്യൂൻസ് വാക്ക്വേ മാറിക്കഴിഞ്ഞു. കായൽക്കാറ്റേറ്റ് സുന്ദരമായ ഒരു സായാഹ്നം ചെലവിടാൻ ഇതിനും മികച്ചൊരിടം വേറെയില്ല. ഇനിയിപ്പോൾ വൈഫൈയും ഇവിടെ ലഭിക്കും. 50 Mbps വേഗതയുള്ള ഇന്റർനെറ്റ് സൗകര്യം BSNL ആണ് ഒരുക്കുന്നത്. 31.86 ലക്ഷം രൂപയാണ് ഹൈബി ഈഡൻ തന്റെ MP ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഇതിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. ഇന്ന് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് പോലും വൈഫൈയെ ചിത്രീകരിക്കുന്ന, ഇൻ്റർനെറ്റിനെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു ആശയം. എന്തുകൊണ്ട് നമ്മൾക്കൊരു വൈഫൈ സ്ട്രീറ്റ് എന്ന ഒരു ആശയം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ഈ ഓൺലൈനിലൂടെ എക്സാം പാസ്സായി പല ഉന്നത ശ്രേണിയിലും എത്തിയിട്ടുള്ള കഥകൾ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അവിടെ സ്ഥിരം വരുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവർക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്രീ വൈഫൈ എന്ന ആശയമാണ് MP ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. വോക്ക്വേയിൽ 9 തൂണുകളിലായി 18 വൈഫൈ ആക്സസ് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരിടത്തു നിന്ന് 75 പേർക്ക് സേവനം ലഭിക്കും. ഒരാൾക്ക് ഒരു ദിവസം 30 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുക. OTP വഴിയായിരിക്കും രജിസ്ട്രേഷൻ. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP പദ്ധതി ഉദ്ഘാടനം ചെയ്യും. വോക്ക്വേയുടെ പരിസരത്തുള്ള കണ്ടെയ്നർ ശുചിമുറിയും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. എന്തായാലും ക്യൂൻസ് വാക്ക്വേയിൽ ഇനി ആളുകളുടെ തിരക്കായിരിക്കുമല്ലോ. സൗജന്യ വൈഫൈ എന്ന് പറയുമ്പോൾ യുവാക്കളടക്കം അങ്ങോട്ടേക്ക് എന്തായാലും പോകും, അവിടേക്ക് പറഞ്ഞെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സജിത്, നമുക്കിനി ചക്കക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ചക്കക്കൊമ്പനെ കഴിഞ്ഞ ദിവസം കാറിടിച്ചു, നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം ആനയ്ക്ക് എന്ത് പറ്റി, ഒപ്പം ഈ കാറിലിരുന്നവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവരുടെ ആ സമയത്തുള്ള ഒരു ഭീതി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന ഒരു വാർത്ത, ചക്കക്കൊമ്പനെ വനംവകുപ്പ് 15 ദിവസം നിരീക്ഷിക്കുമെന്നുള്ളതാണ്. ഈ ആനയ്ക്ക് എന്തെങ്കിലും പരിക്ക് വലിയ രീതിയിൽ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആണ് നോക്കുന്നത്. അതേസമയം ആനയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂപ്പാറയ്ക്ക് സമീപം ചൂണ്ടലിലായിരുന്നു ആനയെ വാഹനം ഇടിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വെച്ച് ചക്കക്കൊമ്പനെ കാറിടിച്ചത്. ചൂണ്ടലിലെ ജനവാസ മേഖലയിലെത്തിയ ആനയെ നാട്ടുകാർ ഓടിച്ചുവിടാൻ ശ്രമിക്കവേ ആന റോഡിലേക്ക് ഇറങ്ങുകയും
ആ സമയം അതുവഴി വന്ന വാഹനം ഇടിക്കുകയുമായിരുന്നു. ഇരുട്ടായതിനാൽ വളവിന് സമീപം പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയ ചക്കക്കൊമ്പനെ കാറിൽ സഞ്ചരിച്ചിരുന്നവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ചക്കക്കൊമ്പന്റെ ദേഹത്ത് കാർ ഇടിച്ചത്. വാഹനം തട്ടി ഒറ്റയാൻ കാറിലേക്ക് ചാഞ്ഞതോടെ കാറിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു. പപ്പയെ ഞങ്ങൾ അപ്പം തന്നെ പൂപ്പാറയിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നല്ല ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ഒരു ഹാഫ് കിലോമീറ്റേഴ്സ് ആ ആന റോട്ടിൽ കൂടെ പോയതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാനൊന്നും പറ്റില്ലായിരുന്നു. അതിനുശേഷം ആന പോയി താഴോട്ട് ഇറങ്ങിയെന്ന് അറിഞ്ഞെന്ന് പിൻപ് ഞങ്ങൾ പൂപ്പാറയിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പിന്നെ തേനി ചെന്നിട്ട് CT സ്കാൻ എടുത്തു, തലയിൽ 8 സ്റ്റിച്ച് ഇട്ടു. സംഭവത്തിന് ശേഷം ഉൾക്കാട്ടിലേക്ക് കയറിയ ചക്കക്കൊമ്പനെ ഇന്നലെ തേൻപാറ സിമന്റ് പാലം മേഖലകളിൽ കണ്ടെത്തിയിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റിട്ടില്ലെന്നും ആരോഗ്യവാനാണെന്നും അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ലെന്നുമാണ് വനംവകുപ്പിന്റെ നിഗമനം. വാച്ചർമാരുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ആനയെ നിരീക്ഷിക്കും. ന്യൂസ് 18 ഇടുക്കി. അപ്പം നമ്മൾ മടങ്ങി വരുമ്പോൾ മറ്റൊരു കൊല്ലത്തു നിന്നുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലം ചടയമംഗലത്ത് തൊഴിലുറപ്പ് മേറ്റിനെ ആക്രമിച്ച പ്രതികൾ പിടിയിലായിരിക്കുന്നു. കാരാളിക്കോണം സ്വദേശികളായ റിയാസ്, ശ്യാം, നവാസ് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചത് മേറ്റ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ മേറ്റിനു നേരെ ഇവർ ആക്രമണം നടത്തിയത്. ഇളമാട് മണിയൻമുക്കിൽ ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടിവെള്ളം ചോദിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രതികളുടെ വീട്ടിലെത്തി കുടിവെള്ളം ചോദിച്ച തൊഴിലാളികളെ അപമാനിച്ച് ഇറക്കിവിട്ടു. 20ഓളം പേരാണ് ഇവിടെ പണിയെടുക്കുന്നത്. കുടിവെള്ളം നൽകാതെ അപമാനിച്ചുവിട്ട സംഭവം തൊഴിലാളികൾക്കിടയിൽ വലിയ ചർച്ചയായി. പ്രതികളായ റിയാസും ശ്യാമും ഇന്നലെ മദ്യപിച്ച് പണിസ്ഥലത്തെത്തി അസഭ്യം പറഞ്ഞു. ഇതിനു പിന്നാലെ പ്രതികളും തൊഴിലാളികളും തമ്മിൽ തർക്കമായി. ഇതോടെയാണ് പ്രതികൾ അക്രമാസക്തരായത്. മേറ്റ് രാജകുമാരിയെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. ജോലി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ചീത്തവിളിയും ബഹളവുമായിരുന്ന പിന്നെ മേറ്റായ ജയെ ചീത്ത വിളിക്കുകയും മേറ്റിനെ വിളിച്ചു വരുത്തുകയും മേറ്റ് വന്ന് ആ മേറ്റിനെ കണ്ടപ്പം തന്നെ ഭയങ്കര ചീത്തവിളിയും മേറ്റിനെ അടിക്കുകയും ചെവിക്കന്നത്തിന് അടിക്കുകയും ചെയ്തു. ഇട്ടിരുന്ന ബ്ലൗസ് വലിച്ചു കീറുകയും ചെയ്തു. ഭയങ്കര ഉപദ്രവമായിരുന്നു. പിന്നെ കല്ലെടുത്തെറിയാൻ ഒരുങ്ങി. മർദ്ദനമേറ്റ ജയകുമാരി ചടയമംഗലം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. അപ്പം നമ്മൾ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പ് ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുള്ള ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. എരുമേലി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ രേഖകൾ ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. പ്രേക്ഷകർ പ്രഭാത കേരളത്തിൽ കാത്തുനിൽക്കുക. ഉടൻ തന്നെ ഞങ്ങൾ തിരികെ എത്തും. അതുവരേക്കും ഒരു ചെറിയ ഇടവേള. താങ്ക് യു ഭവ്യ. എന്തായാലും നല്ല ഒരു അതിഥിയെ നമുക്ക് രാവിലെ കിട്ടി. അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ തിരിച്ച് വാർത്തകളിലേക്ക് പോവുകയാണ്. സജിത് നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സ്ക്ലൂസീവ് വാർത്ത. അതെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. എരുമേലി വിമാനത്താവളത്തിന്റെ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് പുറത്ത്. പദ്ധതി 579 കുടുംബങ്ങളെ ബാധിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിലുള്ള 221 കുടുംബങ്ങൾ ഉൾപ്പെടെ 474 വീടുകൾ പൂർണ്ണമായും കുടിയിറക്കണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. റബ്ബർ ഉൾപ്പെടെ 3.5 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റണം. അതേസമയം മതിയായ നഷ്ടപരിഹാരം നൽകി പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത്. എരുമേലി വിമാനത്താവളം വരുമ്പോൾ കുടിയൊഴിയേണ്ടി വരുന്നവരുടെ പേര് സഹിതമാണ് 360 പേജുള്ള റിപ്പോർട്ട്. പദ്ധതി 285 വീടുകളെയും 358 ഭൂ ഉടമകളെയുമാണ് നേരിട്ട് ബാധിക്കുക. ഇതുകൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങളും കുടിയിറങ്ങണം. എസ്റ്റേറ്റിലും പുറത്തുമായി തേക്കും പ്ലാവും ആഞ്ഞിലിയും റബ്ബറും അടക്കം 3.5 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റണം. ഇതിൽ കൂടുതലും റബ്ബറാണ്. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലാണ് സ്ഥലമേറ്റെടുപ്പ്. ആകെ 1039.8 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 916.27 ഹെക്ടർ ചെറുവള്ളി എസ്റ്റേറ്റിലും 123.53 ഹെക്ടർ സ്വകാര്യ വ്യക്തികളിൽ നിന്നുമാണ് ഏറ്റെടുക്കുന്നത്.
ഒരു പള്ളിയും ഒരു LP സ്കൂളും ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ജൂൺ 12, 13 തീയതികളിൽ നടക്കും. പദ്ധതി മൂലമുണ്ടാകുന്ന ഗുണം പരിഗണിച്ച് വിമാനത്താവളവുമായി മുന്നോട്ടു പോകാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. യെസ്, ജി ശ്രീജിത്ത് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടാണ് വളരെ സുപ്രധാനം. കാരണം പരിസ്ഥിതി പ്രശ്നം എത്ര കണ്ടുണ്ടാകും എന്ന ചോദ്യവും അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളികളും ഒക്കെ വിലയിരുത്തപ്പെടുന്നതാണ് സാമൂഹ്യ ആഘാത റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, കാരണം പദ്ധതി ഈ വിമാനത്താവള പദ്ധതി ശബരിമല തീർത്ഥാടകരെ സ്വാധീനിക്കുന്നതാണ്, അവരുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സർക്കാർ ഒരു അഭിമാന പദ്ധതിയായി കരുതുന്ന ഒരു പദ്ധതിയാണ് ഈ വിമാനത്താവള പദ്ധതി. സംസ്ഥാനത്ത് പുതിയൊരു വിമാനത്താവളം കൂടി വരുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എത്ര കണ്ട് വലിയ പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. പൊതുവിൽ വലിയ സാമൂഹ്യാഘാത നഷ്ടങ്ങൾ പൊതുവിൽ ഉണ്ടാകുമെന്ന് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ടോ ശ്രീജിത്ത്? സജിത്ത്, സ്വാഭാവികമായും ഇത്രയും കുടുംബങ്ങളെയാണ്, അതായത് 579 കുടുംബങ്ങളെയാണ് ഈ പദ്ധതി ബാധിക്കുക എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ 221, അതായത് 474 വീടുകൾ പൂർണ്ണമായും കുടി ഇറക്കണം. ഇതിൽ 221 വീടുകൾ ഈ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുന്നു. അതല്ലാതെ ആ മേഖലയുമായി കേന്ദ്രീകരിച്ച് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതൊരു ഈ പദ്ധതി ബാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അപ്പോൾ തന്നെയും ഈ പദ്ധതിയെ ഈ സാമൂഹ്യാഘാത റിപ്പോർട്ടിലും ഈ പദ്ധതിക്ക് അനുകൂലമായ ശുപാർശകൾ ആണ് ഫലത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു അന്തർദേശീയ സ്ഥലത്തേക്ക് ഒരു വിമാനത്താവളം ഉണ്ടാകുന്നത് ഗുണമാകും. മധ്യ കേരളത്തിലേക്ക് അന്തർദേശീയ വിമാനയാത്രകൾ അടക്കം സാധ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട എരുമേലി, പന്തളം അങ്ങനെയുള്ള ചുറ്റിനുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, പാലയിലെ അൽഫോൻസാമ്മയുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം, അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെയും അതിനൊക്കെ കൂടി ഉപകാരപ്പെടുന്നതാണ് ഈ വിമാനത്താവളം വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടം വരുന്നവരുടെ നഷ്ടം നികത്തി അവരെ കുടിയിറക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. എന്തായാലും ജൂൺ 12, 13 തീയതികളിൽ ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് അവിടെ വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, ഇതിലേതാണ്ട് 916 ഹെക്ടർ സ്ഥലവും 0.27% ഹെക്ടർ ചെറുവള്ളി എസ്റ്റേറ്റ് ആണ്. പുറത്ത് നിന്ന് ഏറ്റെടുക്കേണ്ട സ്ഥലം ഏതാണ്ട് 123.53 ഹെക്ടർ സ്ഥലമാണ്. അവിടെയാണ് ഈ ബാക്കി വീടുകളുടെ ഒക്കെ കണക്കുകൾ വരുന്നത്. നിരവധി മരങ്ങൾ, ഏതാണ്ട് 3.5 ലക്ഷത്തോളം മരങ്ങൾ മുറിക്കണമെന്ന് പറയുമ്പോൾ അതിലും റബ്ബറാണ് ഏറെയും എന്നുള്ളത്. പ്രത്യേകിച്ച് ചെറുവള്ളി എസ്റ്റേറ്റിലുള്ളതുണ്ട്, അതിന് പുറത്തുള്ളതുണ്ട്. അങ്ങനെയെല്ലാം റബ്ബർ, ആഞ്ഞിലി, തേക്ക്, അങ്ങനെ ഓരോന്നിന്റെയും വ്യക്തമായ കണക്കുകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു പള്ളിയും ഒപ്പം തന്നെ ഒരു LP സ്കൂളും ആണ് പൊളിച്ചു മാറ്റേണ്ടി വരിക. 6 വാണിജ്യ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതേപോലെ തന്നെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളോ ഷെഡ്യൂൾഡ് ട്രൈബ് അങ്ങനെയുള്ള ST വിഭാഗങ്ങൾക്കും ഇവിടെ ഭൂമിയില്ല. അവരെ ആരെയും കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമില്ല എന്നും ഈ റിപ്പോർട്ട് ഈ വിശദമായ പഠനത്തിന് ശേഷം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഭൂമി ഏറ്റെടുപ്പിലേക്ക് സർക്കാരിന് കടക്കാനുള്ള ഒരു ഘട്ടം കൂടി മുന്നോട്ട് വരികയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ റിപ്പോർട്ടിന്മേൽ ഒരു ഹിയറിംഗ് കൂടി വെച്ചിരിക്കുന്നത്. അതേതാണെങ്കിലും ഈ മാസം 12, 13 തീയതികളിൽ ഈ മേഖലയിൽ തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും വലിയൊരു പദ്ധതിയാണ്, സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനടക്കം വിമാനത്താവള പദ്ധതികളെ സ്വാഗതം ചെയ്യുന്ന നിലയാണുള്ളത്. പക്ഷേ അവിടെ പ്രാദേശികമായി പല എതിർപ്പുകളും ഒരുപക്ഷെ സ്വാഭാവികമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക, അതിനപ്പുറത്തേക്ക് ചില കാവുകൾ, അത്തരം ചില പ്രദേശങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. എരുമേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന് കുറച്ച് അടുത്ത പ്രദേശത്താണ് വിമാനത്താവളം ഏതാണ്ട് അതിന്റെ റൺവേ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഭാവിയിൽ ഒരു പക്ഷേ എതിർപ്പുകൾ ഇനി ഉള്ള ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ അടക്കം, സ്ഥല ഉടമകളുടെയും ആ ഭൂമിയുടെ അടക്കം കൃത്യമായ വിവരങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി റിപ്പോർട്ട് ജനങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അവരുടെ പരാതികൾ ഉയർന്നു വരാൻ സാധ്യത. സജിത്ത്, അശ്വതി.
ശ്രീജിത്ത്, എന്തായാലും ഈ പഠന റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. ഈ ശ്രീജിത്ത് പറഞ്ഞതുപോലെയുള്ള ചെറിയ പ്രാദേശിക പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വരാം. എല്ലാ പദ്ധതികളും വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഇത് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനവും. ഒപ്പം പറഞ്ഞതുപോലെ ഈ മതപരമായിട്ടുള്ള കാവുകളും പള്ളികളും പോലെയുള്ളവ അതിലേക്ക് എത്തുമ്പോൾ അത് പൊളിച്ചു മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എത്രത്തോളം അവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശ്രീജിത്ത്? അശ്വതി, സ്വാഭാവികമായും ഇത്തരം പദ്ധതികൾ വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്. കാരണം തങ്ങളുടെ കിടപ്പാടം വിട്ട് പുറത്തിറങ്ങേണ്ടി വരിക എന്നുള്ളതാണ് അവിടെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. അവിടെയാണ് സർക്കാരുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കി, അതായത് ഇപ്പോൾ ഉള്ള ഭൂമിയുടെ കൃത്യമായ മൂല്യം ഉറപ്പുവരുത്തി അതിന് കൃത്യമായ നഷ്ടപരിഹാരം നടത്തി നൽകി അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറാനുള്ള, മറ്റൊരു സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിലൊരു ജനങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നത് വരെ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി കുടിയിറക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ദേശീയപാതാ വികസനത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ വിഷയത്തിലൊക്കെ നമ്മൾ ഈ സ്ഥലമേറ്റെടുപ്പിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ദേശീയപാതാ വികസനത്തിലൊക്കെ നമുക്ക് ഈ മേഖലയിലൂടെ ഒക്കെ പോകുമ്പോൾ അറിയാം, ഈ ടൗണുകളടക്കം എടുത്തുകൊണ്ട് നിരവധി കടകളൊക്കെ പൊളിച്ചുകൊണ്ട് അതിന്റെ വികസനത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസ്യത ഉറപ്പുവരുത്തുക, അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാനാകുന്ന നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിലേക്ക് തന്നെ ഒരുപക്ഷെ കടക്കാനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും മറ്റും സാധാരണഗതിയിൽ ഇപ്പോൾ ദേശീയപാത വികസനത്തിലടക്കം ഉണ്ട്. വിമാനത്താവള പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും അത്തരത്തിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ തുടക്കത്തിൽ ഒരു പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നാൽ തന്നെയും ഈ കൃത്യമായ നഷ്ടപരിഹാരത്തിലൂടെ അത് മറികടക്കാൻ സർക്കാരിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. പിന്നെ ഒരു പള്ളിയാണുള്ളത്, ഒരു ക്രിസ്ത്യൻ പള്ളിയാണുള്ളത്, ഒരു LP സ്കൂളുമാണുള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ഒരുപാട് ഇത് പൊളിക്കേണ്ടി വരുന്ന സാഹചര്യവുമില്ല. എടുത്തു പറയാനുള്ളത്, ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ 1039 ഹെക്ടർ വരുമ്പോൾ അതിൽ പൊതുജനങ്ങളുടെ, സാധാരണക്കാരുടെ 123 ഹെക്ടർ മാത്രമാണ് ഏറ്റെടുക്കേണ്ടി വരിക. ബാക്കി 916.27 ഹെക്ടർ സ്ഥലവും ചെറുവള്ളി എസ്റ്റേറ്റാണ്. പക്ഷേ അവിടെ ചില തർക്കങ്ങളുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഈ ചെറുവള്ളി ബിലീവേഴ്സ് ചർച്ചും തമ്മിലുള്ള തർക്കം പാലാ സിവിൽ കോടതിയിൽ നിൽക്കുകയാണ്. അതിൽ തീർപ്പ് വരണം. എന്തായാലും അതിലടക്കം ഒരുപക്ഷെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഹൈക്കോടതി ഇനി അഥവാ ഇതിനുള്ള ഈ ഭൂമിക്കുള്ള പണം കെട്ടിവെച്ചുകൊണ്ടാണെങ്കിലും ഏറ്റെടുക്കുക, പിന്നീട് അനുകൂല വിധി വരുമ്പോൾ പണം തിരികെ വാങ്ങുക എന്നൊക്കെയുള്ള രീതികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് നമുക്ക് നേരത്തെ വന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇതിന്റെ മണ്ണ് പരിശോധനാ ഫലം വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാമൂഹിക ആഘാത പഠനത്തിന്റെ റിപ്പോർട്ടും വന്നിരിക്കുന്നു. കുറച്ചുകൂടി വേഗത്തിൽ ഇനി ഭൂമി ഏറ്റെടുപ്പിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. യെസ്, ശ്രീജിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടാണ്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടക്കട്ടെ. പക്ഷേ നിലവിൽ ശ്രീജിത്ത് പറയുന്നത് പ്രകാരം, ഈ റിപ്പോർട്ടിലുള്ളത് പ്രകാരം കാര്യമായ പരിസ്ഥിതി നഷ്ടം ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് അതൊരു വലിയ എസ്റ്റേറ്റ് മേഖലയായതുകൊണ്ട് തന്നെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ സ്വകാര്യ വ്യക്തികളുടെ ഇടങ്ങളിലെ കാര്യമായ ഏറ്റെടുപ്പ് വേണ്ടി വരില്ല. എന്തായാലും സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടാണ്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേന്ദ്ര സർക്കാരിന്റെ തുടർ അനുമതികളൊക്കെ ഉണ്ടാവുക. എന്തായാലും ശ്രീജിത്ത്, വളരെ നന്ദി. നമുക്ക് എന്തായാലും ഈ വാർത്ത കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സമയപരിമിതി കൊണ്ട് നമ്മൾ തൽക്കാലം വിശദമായി തന്നെ ചെയ്യാം. എന്തായാലും നമ്മൾ ഈ പ്രഭാത കേരളം തുടങ്ങിയത് മലപ്പുറം കരുവാരക്കുണ്ടിലെ മലയിൽ കുടുങ്ങിയവരെ രക്ഷിച്ചു എന്നുള്ള വാർത്ത, ആശ്വാസകരമായ വാർത്ത വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ രക്ഷിക്കാനായത് ഒരാൾക്ക് മല ഇറങ്ങാനായി എന്നുള്ളതാണ്. ആ ഒരാൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഷംനാസ് ആണ് നമ്മളോട് സംസാരിച്ചത്. മലമുകളിലേക്ക് പോയി മടങ്ങിയെത്തിയ ഷംനാസ് നമ്മുടെ അനുമോദമായി സംസാരിച്ചിരുന്നു. നമുക്ക് ആ സംഭാഷണം കേൾക്കാം. കരുവാരകുണ്ട് മലയിൽ കുടുങ്ങിയ രണ്ടുപേരെ അതിസാഹസികമായാണ് ഇന്നലെ രക്ഷപ്പെടുത്തിയത്. രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു ആ ദൌത്യം പൂർത്തിയായത്. ഇപ്പോൾ കരുവാരകുണ്ടിലെ തന്നെ 3 കുട്ടികളായിരുന്നു കൂമ്പൻ മല കാണാൻ അവിടേക്ക് പോയത്. അതിൽ ഒരാൾ ഷംനാസ്, അതായത് മലയിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർക്ക് മലയിറങ്ങാനും കഴിയില്ലെന്നും എന്നുള്ള വിവരം നാട്ടുകാരെ അറിയിച്ച ആ മിടുക്കൻ ഷംനാസാണ് നമ്മോടൊപ്പം ചേരുന്നത്.
ഷംനാസ് ഈ ഇത്തരത്തിൽ നാട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം ഇതിലേറെ ദുഷ്കരമായതിനെ, സാഹചര്യങ്ങൾ മറ്റൊന്നായനെ. ഷംനാസ്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ മല കയറേണ്ടത്? ഉരുളോട്ട് കൽക്കുണ്ട് കാണാൻ ആദ്യം പോയത്. പിന്നെ അവിടുന്ന് ചേരി ഭാഗം കണ്ടപ്പോൾ കുമ്മല കാണാൻ എഴുതിക്കണ്ട, പൊട്ടിയ ഭാഗം കാണാൻ എഴുതിക്കണ്ട, അങ്ങനെ കയറി. അതിൻ്റെ കുറച്ച് മേലൊക്കെ എത്തിയപ്പോൾ ഒരു മാങ്ങമരം കണ്ടു. അവിടെ കയറി കുറച്ച് മേലെ കയറി പാറമുകൂടി. അതിൽ പിന്നെ പെട്ടെന്ന് കോടിയും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടാകാൻ മൂടി. പിന്നെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിൽ പിന്നെ ഇടിയൊക്കെ പൊട്ടുന്നതുകൊണ്ട് പിന്നെ മലയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ എഴുതി. അതിന് ബാക്കിലുണ്ടായിരുന്ന ഒരുത്തം മറ്റേ യാസീൻ്റെ മേലത്ത് തട്ടി, എന്നിട്ട് പിന്നെ മറ്റേ അഞ്ചല് ഇഞ്ചി മേലും തട്ടി. അതിൽ ഞങ്ങളുടെ സ്ഥലത്തേക്ക് തെറിച്ച് യാസീന് നല്ല അടിയൊക്കെ പോയിരുന്നു. അവൻ്റെ കാലം കിടന്ന്. അതിൽ അവിടുന്ന് ഇവർക്ക് ആദ്യം ഇതൊക്കെ കൊടുത്ത് കുറേ മുറി അയക്കണ മേലത്ത് അത് വെള്ളമൊക്കെ കൊടുത്ത് രണ്ടാളെയും സെറ്റാക്കിയിട്ട് സ്ഥലത്തിരുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇറങ്ങാണ്ട് മലയിൽ നിന്ന് വെള്ളത്തൂടെ ഇറങ്ങി പിന്നെ അടിയിലേക്ക് എത്തിന്നിട്ട് അവിടുന്ന് ഒരു പെരി കയറിയാണ്ട് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞു. അറിയിച്ച് ഇപ്പാനെ അറിയിച്ച് പിന്നെ പോലീസിനെ അറിയിച്ച്. പിന്നെ പോലീസ് വന്ന് CSR പിന്നെ വേറെ ആരൊക്കെ ഉദ്യോഗസ്ഥന്മാർ വന്നാണ്ട് പിന്നെ ചേരി കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ആൾക്കാരൊക്കെ കൂടി കണ്ട് മേലെ കയറി ഇറക്കി പോലെ. അവർക്ക് നടക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്ന് യാസീന് അവരുടെ കാലിൽ നല്ലോണം പറ്റിയിരുന്നു. കരയിനാണ് വീഴ്ചയിൽ പറ്റിയതാണ്. എത്ര മണിക്കുണ്ടായത് വീണതോ? ഒരു 4:30. എങ്ങനെയാ ഷംനാസിന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്? പിന്നെ അവര് രണ്ടുപേരും പരിക്കുപറ്റി കിടക്കുമ്പോൾ വഴി അറിയായിരുന്നോ താഴത്തേക്കുള്ള വഴി? ഒരു പാറയാണ്. ആ പാറിന്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് എത്താന്നുള്ളൊരു ഇതുണ്ടാവും. അങ്ങനെ പതുക്കെ പൊത്തി പിടിച്ച് ഇറങ്ങി. എന്നിട്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായെന്നാണ് കേൾക്കുന്നത്. കാരണം മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് അടുത്തെത്താൻ പറ്റില്ല. അങ്ങോട്ട് പോയിരുന്നു രണ്ടാമത് അവര് പോയിരുന്നു? രണ്ടാമത് കയറിയിരുന്നു. ഒരു വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് എവിടെയെന്ന് അവർക്ക് അറിയില്ല. അപ്പം ഞാൻ വീണ്ടും മല കയറിയിരുന്നു. പിന്നെ എന്താ ശരിക്കും ബുദ്ധിമുട്ടായത്? രാത്രി ആയതുകൊണ്ട് ഇരുട്ടാവുന്ന അറിയാം സ്വാഭാവികമായിട്ടും. പിന്നെന്തൊക്കെയായിരുന്നു പ്രതിസന്ധികളുണ്ടായിരുന്നത്? വേറെ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഞാൻ ഒരു റോഡ് കൂടി കയറിപ്പോയി വഴി കാണിച്ചു കൊടുത്തു. ഏകദേശം സ്ഥലത്തി. പിന്നെ അവിടുന്ന് റെസ്ക്യൂവിന് ആൾക്കാരൊക്കെ കയറി കണ്ട് അവരെ രക്ഷിച്ചു. മൊബൈൽ റേഞ്ചിലുണ്ടായിരുന്നു അല്ലേ? ആ റേഞ്ചിലുണ്ട്. പക്ഷെ വീണ്ടപ്പോൾ രണ്ടാളെ ഫോണും ഒരാളെ ഫോൺ അവിടെ കിടക്കണുണ്ട് ആകെ പൊട്ടിങ്ങാണ്ട്. മറ്റേ ഫോണ് ഓണാവണില്ല. ഈ രക്ഷിക്കാൻ ചെല്ലുമ്പോഴേ ഇവരെവിടെയാന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു ഏകദേശം? ഇല്ല യാസീന് എവിടെയാ ഉണ്ടായില്ല. എനിക്ക് ഞാൻ ഇവൻ അടിയിക്ക് പോയിക്കാണ്. ആദ്യം അഞ്ചലിന് അവൻ്റെ അടുത്തിരുന്നു. പിന്നെ ആദ്യം അവൻ്റെ ഇവിടെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ഇവിടെയൊക്കെ മുറിയായിട്ട് ചോരൊക്കെ നീങ്ങി. അപ്പോൾ ഇതൊക്കെ വെള്ളം കൊണ്ടൊക്കെ ആദ്യം കുറച്ച് ബോധം വന്നില്ല. ആദ്യം തീരെ ബോധം ഉണ്ടായില്ല. വെള്ളമൊക്കെ കൊടുത്തങ്ങാണ്ട് ബോധം വരുത്തിങ്ങാണ്ട് പിന്നെ അടിയിക്ക് ഇറങ്ങി മറ്റേ യാസീനെ തപ്പാൻ. ആ അടിയിൽ നിന്ന് കൂക്കുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പറ്റിയിട്ടില്ല എന്ന് എത്തിങ്ങാണ്ട് അടിയിക്ക് പോയി. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഇവിടെയൊക്കെ നല്ല മുറിയായിരുന്നു. അതിന് കുറച്ച് നേരം അവിടെ ഇരുത്തിങ്ങാണ്ട് എനിക്ക് ആദ്യം ഇറങ്ങാൻ നമുക്ക് കൈ നോക്കി എനിക്ക്. കാരണം മഴ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ എഴുതിങ്ങാണ്ട് കനങ്ങാൻ തന്നെ ഇരിക്കില്ല. അതിനെ പിന്നെ അയ്യൊക്കെ ഇറങ്ങി. രണ്ടുപേരും സുരക്ഷിതമായിട്ട് ഇരുത്തിയിട്ട് എത്ര അടി താഴത്തേക്കാണ് യാസീൻ വീണത്? യാസീന് അടി ഒരുപാടായിട്ട് വീണ്. അത് ചെരിഞ്ഞ പാറയായതുകൊണ്ട് പുല്ലിലൊക്കെ വീണുണ്ട്. അതാണ് കാര്യമായിട്ടൊന്നും പറ്റാത്തത്. ആ ഉരുണ്ട് വന്നപ്പോഴല്ലേ പാറമുകൂടി തട്ടിങ്ങാണ്ടില്ല മുറിയായിരിക്കും. മല ഇറങ്ങിയപ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു വഴി തെറ്റി പോകുന്നോ? കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, കോടമഞ്ഞ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. അടിക്ക് എത്തിയില്ല. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തി അടിക്ക്. എപ്പോഴെങ്കിലും പേടിയുണ്ടായിരുന്നു ഇവരെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് പേടിയുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആരെങ്കിലും ആൾക്കാരുള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കണ്ട് ചെരുപ്പുണ്ടായിരുന്നില്ല. ചെരുപ്പ് പോയിക്കുന്നു. ഇവിടെ കാലിൻ്റെ അടിയൊക്കെ മുറിയിക്കണം. ചെരുപ്പിടെ ആ കല്ലിൽ ഇത് കൂടി മുള്ളിൽ കൂടി കാണുന്നിട്ട് അവിടേക്ക് എത്തിയപ്പോൾ ആ ചേച്ചി സഹായിച്ചു. ചേച്ചിൻ്റെ പേരൊന്നും ചോദിച്ചില്ല. ഞാൻ വീട്ടിലെത്തിയ 3 മണി. എന്ത് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഇത്? ശരിക്കും ഒരു സാഹസികമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ സാധാരണ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമല്ലേ ചെയ്തത്? സാഹസികതയായി കൂടിപ്പോയോ? കൂടിപ്പോയി. ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹം. പിന്നെ നമ്മളെ പരിസരവാസികളും ട്രോമ കെയർ അധികൃതരും പിന്നെ സ്ഥലം CI സാറ് എൻ്റെ മുമ്പ് തന്നെ എത്രയോ തവണ വീണ്. ഓരോ സപ്പോർട്ടും ഓരോ എല്ലാ അകമഞ്ഞ സഹായം ഉണ്ടായതുകൊണ്ട് ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിച്ചോ? ആദ്യം പേടിക്കാറിഞ്ഞാൽ എനിക്ക് മലൻ്റെ ഏകദേശം സ്വകാര്യ വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അത്ര ഫോറസ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം രാത്രി ആയതുകൊണ്ട് വഴിയൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു മാങ്ങ അരക്കാൻ പോയതെന്നാണ് പറഞ്ഞത്.
കുറച്ച് താഴത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ആവില്ല. അത് ഇവിടെ വേറെ പ്രശ്നങ്ങളാക്കാറും തെറ്റിദ്ധാരണകളും പല പല കിംവദന്തികളൊക്കെ പലതും ഉണ്ടാവും. രക്ഷാദൗത്യം കുറേ ഇപ്പൊ തന്നെ ആൾക്കാർ പലതാ പറയണേ. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ പലരും ഇങ്ങോട്ട് ചോദിച്ചു, പെണ്ണുങ്ങളെയും കൊണ്ടാണ് കയറിക്കണമെന്നൊക്കെ ചോദിച്ചിരുന്നു. പെഗടിച്ചിനോന്നൊക്കെ ചോദിച്ചു അവിടുത്തെ ചെറുക്കന്മാര്. നാട്ടുകാർ പറയുന്നതാണ്, ഇവിടുത്തെ പുണ്ണിക്കത്തെ നാട്ടുകാർ പറഞ്ഞതൊക്കെ. സ്ഥലം കാണാൻ ഞങ്ങൾ കൽക്കൊണ്ട് കുളിക്കാൻ പോയതാണ്. അപ്പോൾ ആ ചേരിന്റെ ഇതില്ലേ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ പൊട്ടിയത് കാണാം. ഇവർ പൊട്ടിയത് കണ്ടില്ല പറഞ്ഞാണ്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. മേലക്കൊന്നും കയറാൻ കരുതിയില്ല. പിന്നെ ആ മാങ്ങ തിന്ന പൈച്ചിനോണ്ട് അത് തിന്നാന്ന് എഴുതിയാണ്ട് അങ്ങനെ കയറി. ചിലപ്പോൾ കേസെടുക്കാൻ സാധ്യതയെന്നൊക്കെയാണ് പറയുന്നത്. ഇത് സ്വകാര്യ ഭൂമിയല്ലേ, ഫോറസ്റ്റ് കയറിയിട്ടില്ലല്ലോ. കാരണം സ്ഥലം CSR ഞങ്ങൾ നിന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് റബ്ബറും തൊടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രൈവറ്റ് അല്ലേ. പിന്നെ CSR ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവർക്കൊക്കെ അറിയാം സ്വകാര്യ ഭൂമിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. എന്താണെങ്കിലും ഇപ്പോൾ വലിയൊരു ആശ്വാസം. ഒരു ആംബുലൻസിൽ കയറ്റിയപ്പോൾ സത്യത്തിൽ ആശ്വാസം. അവരവസ്ഥ എങ്ങനെ? കാലിന് പിന്നെ ഒരാളെ തലൻ്റെ പൊടി 4 പല്ലൊക്കെ പൊട്ടിയതാണ്. കാരണം ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ തന്നെ റിസ്ക്കാണ്. പിന്നെ മഞ്ചലുണ്ടാക്കി തുണി സ്ട്രെച്ചറൊന്നുമില്ല, അങ്ങനെ എടുത്ത് പോകുന്ന അവരൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ. കാരണം അത്രയും റിസ്ക്. ഒരു ടോർച്ചിൻ്റെ ലൈറ്റും മൊബൈൽ ആ സമയത്തുകൊണ്ടൊക്കെ എല്ലാവരും സ്വിച്ച് ഓഫ് ആയി. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെ കഴിഞ്ഞൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം അറിയുന്നതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിലായത്. ഞാൻ ഇറങ്ങിയത് ചേരി ഭാഗത്തേക്കല്ല ഇറങ്ങിയത്. ഞാൻ പെട്ടെന്ന് അടിയിക്കെത്താൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചോലയും മുള്ളും കാടും വഴി മാറിയാണ്ട് ഞാൻ കൽക്കുണ്ട് ഭാഗത്തെത്തിയത്. ചേരിയും കൽക്കുണ്ടും വേറെ വേറെ മലയാണ്. രണ്ടും മാറിയാണ്ട് എത്തിയത്. അതാണ് 1.5 മണിക്കൂർ എടുത്ത് അടിയിക്കെത്താൻ. ഇപ്പൊ ആശ്വാസമായി. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ മല കയറുമോ? ഇല്ല. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കയറുന്നുണ്ട്. ഇല്ലല്ല, ഒന്നും പറഞ്ഞില്ല. പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നില്ല. പിന്നെ CSR എന്നോട് പറഞ്ഞു ഒന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു ദുസ്വപ്നം കണ്ട പോലെ. അതെ, അതിന്റെ പ്രാർത്ഥന. പിന്നെ എടുത്തു പറയാൻ പൊടുവണ്ടിത്തെ കുറച്ച് ആളുകൾ, തുരുമ്പോടത്തെ കുറച്ച് ആളുകൾ, പേര് പറയാൻ പറ്റാത്ത കുറേ ആളുകൾ, ആ കണ്ടറിയാവുന്ന ആ നാട്ടുകാർ, ചേരി, തുരുമ്പോട, തരിസ്, മുക്കട്ട, ഒരുപാട് ചേരിത്തെ ഒരുപാട് ആളുകൾക്കും ഇത് ചെയ്തതിന് നമുക്ക് നന്ദി. എന്നാണ് വലിയൊരു സാഹസികതയാണ് ചെയ്തതെന്ന് ഷംനാസ് പറയുന്നു. ഇനി ആവർത്തിക്കില്ല എന്നും പറയുന്നു. എന്തു തന്നെയാണെങ്കിലും നാട്ടുകാരുടെ ഒരു ഐക്യം, അവർ ഈ ഒരു ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയ ആ ഒരു മനോഭാവം, അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ഇത്രയും കാഷ്വാലിറ്റീസ് ഒന്നുമില്ലാതെ ആളുകളെ സുരക്ഷിതരായി എത്തിക്കാൻ സഹായകമായത്. ഷംനാസിന്റെ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആദ്യം താഴെ എത്തി മറ്റുള്ളവർ മുകളിലാണെന്ന് പറയാൻ ഷംനാസ് കാണിച്ച ഒരു ധൈര്യം തന്നെയാണ് ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഏറ്റവും നിർണായകമായതും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. അശ്വതി, ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ നമ്മൾ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. കാരണം നമുക്ക് ബാബുവിന്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത് വീണ്ടും അത്തരം ഒരു സംഭവമാണ് വലിയ രക്ഷാദൗത്യത്തിലേക്കൊക്കെ പോകേണ്ടത്. ഷംനാസിനോട് അനുമതി ചോദിച്ച പോലെ ഇനി മല കയറോ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PCR നമുക്ക് നിർദ്ദേശം വരുന്നുണ്ട്, അധികം തള്ളണ്ട, അങ്ങോട്ടേക്ക് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാർത്തകൾ ഇനി അവസാനിക്കുന്നില്ല. പ്രഭാത കേരളത്തിന്റെ സമയം മാത്രമാണ് പൂർണ്ണമാകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തകൾ തുടരും. നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിക്കും. നന്ദി, നമസ്കാരം. മലപ്പുറം കരുവാരക്കുണ്ടിൽ വലയിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തിയെന്നുള്ള ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രക്കിങ്ങിനായിട്ട് പോയതായിരുന്നു 3 പേർ. അവരിൽ ഒരാൾക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചു, പക്ഷെ 2 പേർ അവിടെ കുടുങ്ങുകയായിരുന്നു. അവർക്ക് ഈ പാറയിൽ തെന്നി വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഷംനാസ് എന്ന ആളാണ് ആദ്യം മലയിറങ്ങിയത്. മറ്റു 2 പേരെ രക്ഷപ്പെടുത്താൻ അയാളാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ അത് അറിയാതെ പോകുമായിരുന്നു എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പോലീസും അഗ്നിരക്ഷാസേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും വനം വകുപ്പും പ്രദേശവാസികളും ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത.
വണ്ടി എവിടെയാ? വിശദാംശങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ആശ്വാസകരമായ വാർത്തയാണല്ലോ നമുക്ക് ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും മല കാണാൻ, കാട് കാണാൻ കയറിയവർ മലയിൽ കുടുങ്ങി അവരെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത വരുമ്പോൾ എപ്പോഴാണ് അവർ ഈ കൂമ്പൻമല കാണാനായി കയറിയത്? ഈ ഒരാൾ തിരിച്ചിറങ്ങിയെന്നറിയുന്നു. ഒപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് അശ്വതി. വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി ഇന്ന് ആദ്യം പങ്കുവെക്കാനുള്ളത്. 3 പേർ അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കരുവാരകുണ്ട് കൂമ്പൻമല കയറാൻ തുടങ്ങിയത്. സൈലന്റ് വാലി ബഫർ സോണിനോട് ചേർന്നുള്ള മേഖലയാണ് ഈ കൂമ്പൻമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവർ 3 പേരും കരുവാരകുണ്ട് സ്വദേശികളാണ്. കരുവാരകുണ്ട് മാമ്പുഴ സ്വദേശികളായ യാസിൻ, അഞ്ചൽ, ഷംനാസ് എന്നിവരാണ് 3 പേരായി അവർ മല കയറാൻ തുടങ്ങിയത്. നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇതിൽ 3 പേരിൽ 2 പേർ മലയിൽ നിന്ന് ഒരു പാറയിൽ കാൽ വഴുതി വീണു. നല്ല കോടമഞ്ഞും മഴയുമുള്ള സാഹചര്യമായിരുന്നു. അവർക്ക് ഒറ്റയ്ക്ക് മലയിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. ആ സാഹചര്യത്തിൽ ഷംനാസാണ് ആദ്യം താഴേക്കെത്തി ഈ കൽക്കുണ്ട് ഭാഗത്ത് എത്തി ഒരു വീട്ടിൽ ചെന്ന് മുകളിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവർക്ക് മലയിറങ്ങാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന കാര്യം അറിയിച്ചത്. ഈ വീട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസും അഗ്നിശമന സേനയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും, പ്രധാനമായിട്ടും പറഞ്ഞ നാട്ടുകാരെയാണ്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇവരെ താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വളരെ ദുഷ്കരമായ ദൗത്യമായിരുന്നു. സൈലന്റ് വാലി ബഫർ സോൺ ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്. കാട്ടിൽ നല്ല മഴയും കോടമഞ്ഞും കൂടി ആയതോടെ തന്നെ ആളുകൾക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് സമയമെടുത്ത് പല വഴികളും തെളിച്ചാണ് ഇവരെല്ലാം തന്നെ അവരെ കണ്ടെത്തിയത്. ഒരു രക്ഷാ ദൗത്യ സംഘം ഇവർക്ക് അരികിലേക്ക് ഏകദേശം 50 മീറ്റർ അരികിലേക്ക് എത്തിയെങ്കിൽ പോലും ഒരു വലിയ വെള്ളം ഒഴുകുന്ന വഴി, അല്ലെങ്കിൽ മഴയുടെ ശക്തിയിൽ വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു ചാലുണ്ടായിരുന്നു. അത് മുറിച്ചു കടക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തെ രക്ഷാ ദൗത്യ സംഘം മറ്റൊരു മലയുടെ വശത്തിലൂടെ വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കാട്ടിൽ നിന്നും മുളന്തണ്ട് വെട്ടി സ്ട്രെച്ചർ ഉണ്ടാക്കിയാണ് ഈ 2 പേരെ അവർ താഴേക്ക് എത്തിച്ചത്. ആദ്യം കരുവാരകുണ്ടിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അവരെ കൊണ്ടുപോയത്. രാത്രി ഏകദേശം 1:30-2 മണിയായിരിക്കുന്നു ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ. അതിൽ നിന്ന് അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിൽ യാസീനും അഞ്ചലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ അഞ്ചലിന്റെ നടുവിന് ചെറിയ മുറിവ് അല്ലെങ്കിൽ പരിക്ക് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യാസീനും ദേഹത്ത് മുറിവുകളുണ്ട്. നിലവിൽ ഇരുവരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 2-3 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അശ്വതി, സജിൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാഠം 4 ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2 വ്യത്യസ്ത തലമുറകളിലെ ആളുകളുടെ ചിന്തകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ തലമുറ വിടവ് അഥവാ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ വാക്ക് നമ്മൾ പണ്ടു തൊട്ടേ കേട്ടുവരുന്നതാണല്ലോ. അതേപോലെ നമ്മൾ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, മുത്തശ്ശി, മുത്തശ്ശന്മാർ ഇവർ തമ്മിൽ നമുക്ക് വളരെയധികമുള്ള ജനറേഷൻ ഗ്യാപ്പ് കണ്ടുവരുന്നുണ്ട്. നമ്മൾ കേട്ടുവരുന്നതുമാണ്. പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട്, ഓ എന്താ ഈ കുട്ടികൾ ഇങ്ങനെ, പണ്ടത്തെ കാലം എന്തൊരു നല്ല കാലമായിരുന്നു എന്നൊക്കെ. ഇന്ന് നമ്മളിവിടെ ഈ വിഷയത്തെ പറ്റിയാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ കൂടെ ഇവിടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ക്രൈസ്റ്റ് നഗർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ താര രവിശങ്കർ മാം, അതേപോലെ സെൻറ് തോമസ് സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥിയായ ദേവപ്രിയ ആർ ശങ്കർ, എഴുത്തുകാരിയും റിട്ടയർഡ് കോളേജ് അധ്യാപികയുമായ
ഡോക്ടർ മ്യൂസ് മേരി ജോർജ് മാഡം എന്നിവരൊക്കെയാണ്. നമുക്ക് ആദ്യം തന്നെ ദേവപ്രിയയിൽ നിന്ന് തുടങ്ങാം. ദേവപ്രിയയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? എൻ്റെ വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ തൊട്ടടുത്ത് തന്നെ അപ്പൂപ്പനും അമ്മയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് വളരെയധികം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ അനുഭവിക്കാറില്ല. പക്ഷേ അപ്പൂപ്പനും അമ്മയും ചിലപ്പോൾ ഉണ്ടാവാം. കാരണം അവർ ജീവിച്ച് വളർന്നത് വേറൊരു സാഹചര്യത്തിലാണ്. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ നല്ലൊരു എന്താ പറയുക, ഭയങ്കര ബഹുമാനവും ഒരു പേടി വരെയുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വളർന്ന വേറൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ വളരുന്നത് അവരുടെ അച്ഛനമ്മമാരുടെ അടുത്തും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ ദേവപ്രിയ പറയുന്നത് ഇപ്പോൾ വീട്ടിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ചടക്ക കുറവുണ്ട്, സ്വഭാവ ദൂഷ്യമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വർത്തമാനത്തിലോട് യോജിക്കുന്നുണ്ടോ ദേവപ്രിയ? ഞാനതിൽ യോജിക്കുന്നുണ്ട്. പക്ഷേ പഴയ ജനറേഷനിലും ഇപ്പോഴത്തെ ജനറേഷനിലും പറഞ്ഞാൽ കേൾക്കാത്തതും പിന്നെ അനുസരണക്കേട് ഉള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. മാം, ഞാൻ മാമിനോട് ചോദിക്കും, മാം ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു അധ്യാപികയും കൂടെ ആണല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്കൂളുകളിലും കേട്ട് വരുന്നുണ്ട്, കുട്ടികളോട് പറയുന്ന ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ്, അത് ടീച്ചറാകാം അല്ലെങ്കിൽ മാതാപിതാക്കളുമാവാം, അവർ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഈ കുട്ടികളിൽ ദേഷ്യം അതേപോലെ വിദ്വേഷമൊക്കെ വരുത്താറില്ല. അപ്പോൾ അത് ശരിയാണോ? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ടെർമിനോളജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ തലമുറയും ആ ഒരു തലമുറ കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ യുവാക്കൾ അവരുടെ മുതിർന്നവരും തമ്മിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഇഷ്യൂ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പക്ഷേ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇപ്പോഴത്തെ ചില കുട്ടികൾ എന്ന് പറഞ്ഞ റെഫറൻസാണ് 1960കളിലെയോ അല്ലെങ്കിൽ 70കളിലെയോ സിനിമയായിരിക്കാം. ഇന്ന് നമ്മൾ 2023 ഒരു മൂവി കണ്ടാൽ അതിനകത്തും പറയുന്നുണ്ട് പുതിയ പിള്ളേർ. അപ്പോൾ എല്ലാ കാലത്തും പുതിയ പിള്ളേരുണ്ട്. കാരണം യുവാക്കളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത് യുവാക്കളെയാണ്. യുവാക്കളുടെ ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും പുതുമയുള്ള ചിന്തകളായിരിക്കും. അവരുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയും അവരുടെ ചിന്താഗതികളും ഏറ്റവും നൂതനമായി അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അഡോളസെൻസിലേക്ക് കിടക്കുക, അല്ലെങ്കിൽ ടീൻസ് എന്നൊക്കെ പറയുന്നത് അവരിൽ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അഡോളസെൻസിൻ്റെ ഒരു കോൺഫ്ലിക്ട്സിൽ അല്ലെങ്കിൽ ടീൻസിൻ്റെ ഒരു കോൺഫ്ലിക്ട്സിൽ അവരെപ്പോഴും അവരുടെ സീനിയർ ജനറേഷനുമായിട്ട് അല്ലെങ്കിൽ അപ്പൂപ്പനമ്മ അമ്മ അച്ഛൻ തമ്മിലൊരു കോൺസെപ്റ്റ്സിൽ വ്യൂസിൽ അപ്പം അവർക്ക് നമ്മൾ ഒരു കുറ്റപ്പെടുത്തലൊന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദേവപ്രിയ വളരെ പോസിറ്റീവായിട്ട് അതിനെ സംസാരിച്ചു. കുഴപ്പമില്ല, അങ്ങനെ ഞങ്ങൾ ചില അനുസരണക്കേടുകൾ കാണിക്കും. ഈ അനുസരണക്കേടുകൾ എന്ന് പറയുന്നത് പോലും എനിക്കൊന്നും അതൊരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ അല്ല. കാരണം പഴയ ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞിരുന്നു സിനിമയിൽ കണ്ടിട്ടുണ്ട്, അന്നും ഉണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പ്, ശരിയാണ്. പക്ഷേ അന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി അല്ലല്ലോ ഇപ്പോഴത്തെ ആൾക്കാർ. ഇപ്പോൾ വളരെയധികം വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അത് മുതിർന്നവരായാലും മുത്തശ്ശിമാരായാലും അവരുടെയും വരേണ്ടത് തന്നെയല്ലേ, അവർക്കും മാറ്റം ഉണ്ടല്ലോ. ശലഭ ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സോ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചാണോ? അല്ല, ഒരാളുടെ ഈ പറഞ്ഞ കാഴ്ചപ്പാടിലും വ്യത്യാസം വരേണ്ട കാലമായി. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലത്തും പുതുമ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം, ഈ കാലം മുമ്പോട്ട് പോകും തോറും എല്ലാ കാലത്തും പുതുമയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്ക് എപ്പോഴും അത് ആ ഒരു സ്ട്രഗിൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രകടമായി ഇന്നത്തെ പുതിയ തലമുറയെ കാണുന്ന പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത, സ്വാതന്ത്ര്യം, അവർ ശരിക്കും അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നും അവരിൽ മാതാപിതാക്കൾ ട്രസ്റ്റ് നൽകണമെന്നും വളരെയധികം ശാഠ്യത്തോടു കൂടി ആവശ്യപ്പെടുന്ന ഒരു തലമുറയാണ്. മുൻപുള്ള തലമുറകളിൽ ആ സ്വാതന്ത്ര്യം, ഇപ്പം നമ്മൾ വൈകുന്നേരം 6 മണിക്ക് കയറണം, അല്ലെങ്കിൽ നീ ഇന്ന ആളോട് സംസാരിച്ചാൽ മതി, നീ ഇങ്ങനെ അതിർവരുമ്പുകൾ കൽപ്പിച്ചാൽ ഓക്കെ നമ്മൾ സപ്പോസ് ടു ഒബേ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് വൈ നോട്ട് ആയി, എനിക്കത് എന്തുകൊണ്ട് ചെയ്തുകൂടാ, എനിക്ക് എന്തുകൊണ്ട് 6:30 എന്ന് പറഞ്ഞാൽ 7 മണിക്ക് വന്നുകൂടാ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ വസ്ത്രം ധരിച്ചുകൂടാ, എനിക്ക് എന്തുകൊണ്ട് ഈ വിഷയം പഠിച്ചുകൂടാ, ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് ആൻസർ കൊടുക്കണം, അവർക്ക് ട്രസ്റ്റ് വേണം, അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവരുടെ ചിന്താഗതികൾ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ ആ പെർസെപ്ഷനിൽ വരുന്ന മാറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു പുതിയ ഗാഡ്ജറ്റ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന, പുതിയ ടെക്നോളജിയോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. മുൻ തലമുറകൾ അതെന്താണെന്ന് പഠിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയെങ്കിലും വേണം. അപ്പോൾ ഞാൻ മ്യൂസ് മേരി മാമിനോട് ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ഒരു മാറ്റങ്ങൾ
വരുന്നുണ്ട്. അപ്പം ഈ നമ്മൾ പതുക്കെ പതുക്കെ ഈ പുതിയ വസ്ത്രധാരണ ശൈലിയിലോട്ട് മാറുന്നു, പുതിയ ഭാഷകൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പുതിയ രീതിയിലോട്ടാണ് നമ്മൾ മാറുന്നത്. പക്ഷേ ലോകത്തിന്റെ വികസനത്തിനോടൊപ്പം ഇങ്ങനൊരു മാറ്റം വരുന്നത് അനിവാര്യം തന്നെയല്ലേ? എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിക്കുന്ന ഒരു നാടിന്റെ ഒരു വസ്ത്രധാരണ പാരമ്പര്യം അത് എല്ലാ കാലത്തും ഒരുപോലെയല്ല. ചട്ടം കൊണ്ട് വിട്ടിരുന്ന കാഞ്ഞിരപ്പള്ളിയിലെ അമ്മച്ചിമാരുടെ മക്കള് സാരി ഉടുത്തവരുടെ മക്കളാണ് ഞങ്ങളൊക്കെ. അപ്പം സ്വാഭാവികമായിട്ട് വസ്ത്രധാരണ രീതി മാറും, അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഒറ്റ ഒരു നയം മാത്രമേ ഉള്ളൂ. കാരണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വസ്ത്രം ധരിക്കുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഇടത്തിൽ സോഷ്യൽ സ്പേസിൽ സമ്മതിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റെ അഭിപ്രായം. ആത്യന്തിക അഭിപ്രായമൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എന്റെ ബോധ്യം അതാണ്. നമ്മൾ വീടകത്ത് ജീവിക്കുന്നതും നമ്മൾ ക്യാമ്പസിൽ ജീവിക്കുന്നതും അല്ല ഇടപെടുന്നതും, നമ്മൾ പബ്ലിക് സ്പിയറിൽ ഇടപെടുന്നതും, പൊതുമണ്ഡലത്തിൽ നമ്മൾ വ്യവഹരിക്കുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസം. അതായത് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതും ആരാധനാലയത്തിൽ പോകുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എവിടെയായിരിക്കുമ്പോഴും ഏത് വസ്ത്രവും സഭ്യവും മാന്യവും മറ്റു മനുഷ്യരുടെ സാമൂഹ്യതയെ ശല്യപ്പെടുത്താത്തതുമായിരിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. അത് ആത്യന്തികമായ അഭിപ്രായമൊന്നുമല്ല. നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സാണ് കൂടുതൽ ഇപ്പൊ ഇവിടെ എല്ലാവരും സ്വീകരിക്കുന്നത്. അതിനകത്ത് പോലും ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാദേശികമായിട്ടുള്ള മറ്റ് കൾച്ചറൽ പെട്ട ഡ്രസ്സസ് അല്ലെങ്കിൽ ഡ്രസ്സ് വളരെ കൾച്ചറൽ ഒരു കാര്യമാണ്. ആഫ്രിക്കൻസ് നെഗ്ലിറ്റീവ് മൂവ്മെന്റ് 60s അവരുടെ നെഗ്ലിറ്റീവ് മൂവ്മെന്റ് വരുന്ന സമയത്ത് അവര് പ്രധാനമായിട്ട് ചെയ്ത അവരുടെ വസ്ത്രത്തെയാണ്. അവരുടെ ഇംഗ്ലീഷ് വസ്ത്രങ്ങളെ ബഹിഷ്കരിക്കുകയും ട്രഡീഷണൽ ആഫ്രിക്കൻ ഡ്രസ്സ് ബോധപൂർവ്വം അവർ ധരിക്കുകയും ചെയ്യുകയും ചെയ്തത്. അപ്പൊ അതൊരു കൾച്ചറൽ ടൂളാണ് റിയലി വസ്ത്രം എന്നുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച നമുക്കറിയാം. വസ്ത്രം ഒരു നിരുപദ്രവമായ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ആഗോള ലോകത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പലതരം വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ നമ്മുടെ സാമൂഹിക ഇടങ്ങളിലേക്ക് വരും, വസ്ത്രധാരണ രീതികൾ വരും. പക്ഷെ നമ്മൾ കൂടുതൽ അനുകരിക്കുന്ന ഒരു യൂറോപ്യൻ വസ്ത്ര സങ്കല്പങ്ങളെയാണ്. അവിടെ പോലും എനിക്കൊരു വ്യത്യാസം തോന്നുന്നു. പുരുഷന്മാര് കോട്ടോ സ്യൂട്ടോ പാൻസ് ടൈയോ ഒക്കെ ധരിക്കുമ്പോഴും അവര് ചില ഒക്കേഷനിൽ മാത്രമാണ് അവർ ട്രൗസർ ധരിക്കുന്നത്. സ്ത്രീകൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ശരീരത്തെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു കൾച്ചറിലുണ്ട്. അത് ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കാം. പക്ഷെ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു 58 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, കുറെ കാലം അധ്യാപികയായിരുന്നു. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മളൊരു ക്ലാസ് മുറിയിലാണെങ്കിലും ഒരു പബ്ലിക് സ്പിയറിലാണെങ്കിലും, ഞാൻ പറയാം പാർട്ടി സന്ദർഭം വ്യത്യാസമാണ്, നമ്മൾ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്ന എന്നാൽ ആധുനികമായിട്ടുള്ള ഒരു വസ്ത്രം അവർ ധരിക്കാൻ സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാം എന്നുള്ളതുള്ളതാണ്. അതേ ധരിക്കാവൂ എന്നുള്ള നിയമമൊന്നുമില്ല. പക്ഷെ അതാണ് അഭികാമ്യം എന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നോക്കുമ്പോൾ ഇവരിപ്പോ പാർട്ടികളിലും പല അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ. അപ്പൊ അവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ ഈ ഒരു തലമുറയിൽ തന്നെ വരുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവരിടുന്ന വസ്ത്രധാരണകൾക്ക് തമ്മിൽ ഒരു വിമർശനം വരുമോ? ഇപ്പൊ സംഭവിക്കുക ഏത് വസ്ത്രത്തിനും വിമർശനം വരാൻ. എനിക്ക് ആരാണ് ഈ ചോദിക്കുന്നെങ്കിൽ ഒരു കാര്യമേ പറയാവുള്ളൂ. നമ്മളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രത്തെ കുറിച്ചോ നമ്മുടെ ആഭരണത്തെ കുറിച്ചോ നമ്മളുടെ സൗന്ദര്യത്തെ കുറിച്ചോ മറ്റുള്ളവർ എന്തു പറയും എന്നുള്ളതല്ല അടിസ്ഥാനം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും ആധുനികരായിട്ടുള്ള കുട്ടികൾ പലപ്പോഴും നോക്കി എനിക്ക് ആത്മഹത്യ ചെയ്യാൻ, ഇതിനേക്കാൾ ഹാർഡ്നെസ്സിൽ കൂടെ കടന്നുപോയ പഴയ തലമുറ പലപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ മെയിൻലി ഈ പറഞ്ഞ അവരുടെ ഒരു പിയർ ഗ്രൂപ്പിന് യോജിക്കുന്ന രീതിയിൽ അവർ ബിഹേവ് ചെയ്യണം. പക്ഷെ പിയർ ഗ്രൂപ്പ് ഡ്രഗ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ പാർട്ടി ഡ്രഗ്സ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ സൊസൈറ്റിയെ കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്, കേരളത്തിലാണോ ഇന്ത്യക്കകത്താണോ, ആ കൺസെപ്റ്റ് ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇല്ല എന്നാണ് ഞാനൊരു അധ്യാപിക എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. അവർക്കൊരു ഗ്ലോബൽ വേൾഡിലാണ്. അവർക്ക് രാജ്യത്തിൻ്റെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ അതിർവരമ്പുകളോ അവർ ബാധിക്കുന്നില്ല. അവരെല്ലാ കൾച്ചേഴ്സും ലോകമെമ്പാടും വെസ്റ്റോ ഈസ്റ്റോ അത് ഡസൻറ്റ് മാറ്റർ. ആ എല്ലാ കൾച്ചേഴ്സും അവർ ഒരുപോലെ അവരുടെ ഗാഡ്ജറ്റ് എന്ന മൊബൈലിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് മുമ്പിലുള്ള ഓൺലൈൻ മാധ്യമത്തിലൂടെയോ അവരിലേക്ക് വന്ന് ചേരുന്നതുകൊണ്ട്
അവരെ വിചാരം എന്ന് പറയുന്നത് ഈ ബോർഡേഴ്സ് ഒന്നും ഇല്ലെന്നാണ്. അവരെ മുമ്പിൽ ഈ ബോർഡേഴ്സിനൊന്നും പ്രസക്തിയില്ല. സോ മറ്റൊരു രാജ്യത്ത് ഈ വസ്ത്രധാരണ വൈകാണ്ടായി എന്നുള്ള രീതിയിൽ അവർക്ക് കംഫോർട്ടാണെങ്കിൽ അവർ യൂസ് ചെയ്യുന്നു. അല്ലാണ്ട് ഇത് നമ്മുടെ സൊസൈറ്റി, ഈ സൊസൈറ്റി എന്ന കൺസെപ്റ്റ് പോലും അവർ ബോധർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് മതി. അവർക്ക് സെൽഫ് എസ്റ്റീം വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു ആത്മബോധം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചു എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്ത് ചിന്തിക്കുന്നു, എൻ്റെ മറ്റ് ജനറേഷൻസ് എന്ത് ചിന്തിക്കുന്നു, അവരതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. ദേ ആർ നെവർ റെഡി ടു ലിസൺ ദാറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ദേവപ്രിയക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ടോ? ദേവപ്രിയരോട് ഇതേപോലെ വീട്ടുകാർ വല്ലതും ശടം പിടിക്കാറുണ്ടോ? അതിനെതിരായിട്ട് ദേവപ്രിയ സംസാരിക്കാറുണ്ടോ? അവരങ്ങനെ പറഞ്ഞാലും അവർ ഒരു ഡ്രസ്സൊക്കെ അന്നത്തെ കാലത്ത് ഇട്ടുകൊണ്ടിരുന്നത് സെറ്റ് സാരി, അങ്ങനെ ഹാഫ് സാരി, പട്ടുപാവാട, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് അവരൊക്കെ ഇട്ടുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അവർ ഈ ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പോൾ ഇടുന്നത് മോഡേൺ ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അവർ ഇത് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഡെയിലി യൂസിന് ഉപയോഗിക്കുമ്പോൾ ആൾക്കാരൊന്ന് ഒരു അതിശയിച്ച് നോക്കുന്നതാണ് കാണാറുള്ളത്. ഫാഷനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ എനിക്ക് പലപ്പോഴും നോൺസെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പണ്ടുള്ള ആളുകൾ ട്രഡീഷണലായിട്ട് മുടി കുടുംബ കെട്ടുന്ന കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ പുതിയ ജനറേഷനിൽ ആൺകുട്ടികൾ തലമുടി കെട്ടിയിട്ടാണ് നടക്കുന്നത്. അനുമോദ, ഈ ഷംനാസ് എന്ന് പറയുന്ന ആള് പുറത്തേക്ക് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങാൻ പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടുപേർ കുടുങ്ങി എന്നുള്ള വിവരം നാട്ടുകാരെയും ഫയർഫോഴ്സിനെയൊക്കെ അറിയിക്കാനായത് അല്ലേ? അതൊരു വലിയ അപകടം ഒഴിവാക്കി. തീർച്ചയായും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരാൾക്ക് താഴെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അയാൾക്ക് ഈ താഴെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഈ മഴയും ഇരുട്ടും കോടമഞ്ഞും എല്ലാം കൂടി വരുന്ന സമയത്ത് ഇവരിവിടെ പെട്ടുപോയ കാര്യം എവിടെയാണെന്ന കാര്യം ചിലപ്പോൾ നാട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മൊബൈലിൽ ഈ രണ്ടുപേരെ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നത് ഇവർ സുരക്ഷിതരാണ് എന്ന ഒരു മെസ്സേജ് രക്ഷാദൗത്യ സംഘത്തിന് നൽകുന്നതായിരുന്നു. അത് ഒരു വലിയ ഘടകമായിട്ടാണ്. കാര്യം മൊബൈൽ റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇവർക്ക് നിലയുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു ഈ രക്ഷാദൗത്യത്തിൻ്റെ വലിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ നേട്ടമായിട്ട് കാണേണ്ടത്. കാരണം അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ ഈ ഒരു സാങ്കേതിക സംവിധാനം കൊണ്ട് അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരാൾ ആദ്യം താഴെ ഇറങ്ങി മലയുടെ ഇന്ന ഭാഗത്താണ് ഇവർ കുടുങ്ങിയിട്ടുള്ളത്, ഇവരുടെ ആരോഗ്യസ്ഥിതി ഇങ്ങനെയാണ്, ഇവർക്ക് ഇതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു മുന്നൊരുക്കത്തിൽ ഇവരെ രക്ഷിക്കാൻ അവർക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാണെങ്കിലും ഒരു നാട്ടുകാരുടെ വലിയ ഒരു ഐക്യം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാം മറന്ന് ഈ ഒരു സമയത്ത് ഒന്നിച്ചവർ ഈ ഒരു ദുഷ്കരമായ സാഹചര്യത്തിലും അവർ ഈ രക്ഷാദൌത്യത്തിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മലപ്പുറം കരുവാരക്കുണ്ടിൽ വലയിൽ കുടുങ്ങിയ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയെന്നുള്ള ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രക്കിങ്ങിനായിട്ട് പോയതായിരുന്നു 3 പേർ. അവരിൽ ഒരാൾക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചു, പക്ഷെ 2 പേർ അവിടെ കുടുങ്ങുകയായിരുന്നു. അവർക്ക് ഈ പാറയിൽ തെന്നി വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഷംനാസ് എന്ന ആളാണ് ആദ്യം മലയിറങ്ങിയത്. മറ്റു 2 പേരെ രക്ഷപ്പെടുത്താൻ അയാളാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ അത് അറിയാതെ പോകുമായിരുന്നു എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു രീതിയിൽ പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ അത് നമ്മളെ ആസ് ഫാർ ആസ് നമ്മൾ അതിൽ ബാധിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു രീതി സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? യാതൊരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഷാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. പുതിയ തലമുറയുടെ ശരികളുണ്ട്. അവരുടെ ശരികൾ എന്തുകൊണ്ട് ആ ശരികളായിന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഇവൻ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അമ്മയും മകളും തമ്മിൽ മാത്രമല്ല, 10 വർഷം ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെക്കാട്ടിയും 10 വയസ്സ് ഇളയതാണെങ്കിൽ അവരും ഞാനും തമ്മിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇതുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കോളേജ് അധ്യാപികയെ നിൽക്കുന്നുണ്ട്. ഈ പുതിയ മാത്രമല്ല ടീൻസിൽ കയറിയ ഒരു മകളുള്ളതാണ് എനിക്ക്. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഞാൻ നിത്യേന കാണുന്നതാണ്.
ഈവൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ആ പ്രായത്തിൽ ടീനേജിലും അഡോളസൻസിലും എൻ്റെ പാരൻസുമായിട്ട് എനിക്ക് ഇതേ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ചിന്തകളെക്കുറിച്ച് അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും പാരൻസ് നമ്മുടെ റിപ്ലിക്കേഴ്സായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ, നമുക്ക് നടക്കാതെ പോയ വിഷസ് നടത്താൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മോൾഡ് ചെയ്തെടുക്കാൻ, അതൊന്നും ഇനി ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നില്ല. അവരുടെ ജീവിതം അവർ ഡിസൈൻ ചെയ്യുന്നതാണെന്നും അതിനെ കറക്ഷൻസും ഒരു മോട്ടിവേറ്റ് ചെയ്യാനും മോൾഡ് ചെയ്യാനും ജസ്റ്റ് മോൾഡിങ് പോലും പറ്റത്തില്ല. അതിന് നമുക്ക് കറക്ഷൻസ് അറ്റവും തുമ്പൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതെ, പക്ഷേ ഇപ്പം മാഡം പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതേ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത ചില വീടുകൾ കാണുമല്ലോ, ഈ ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം മ്യൂസ് മേരി മാം, ഇതേപോലെ ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ സഹപാഠികൾ ഇപ്പോഴത്തെ കാലത്തിന് രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ ഒരു വിഷമം വരില്ലേ, അയ്യോ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ കളിച്ച് നടന്ന് ഇപ്പോഴത്തെ ട്രെൻഡിലൊക്കെ പോകുന്നു, എന്നാൽ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ദുഃഖം വരില്ലേ മാം? വളരെ കൺവെൻഷനലായ ഒരു ഡ്രസ്സ് മാത്രം ധരിച്ചുകൊണ്ട് പോകണം എന്ന് നിർബന്ധം പിടിക്കുന്ന പേരൻസിനോട് ചിലപ്പോൾ കുട്ടികൾക്ക് വിഷമം തോന്നാം, അവരുടെ പിയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് അധമബോധം തോന്നാം. ഇതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ ജീവിതത്തെ കാണുന്ന രീതി നിങ്ങൾ കാണുന്ന പോലെ ആവണമെന്നില്ല. അക്കാഡമിക്കലായിട്ട് വളരെ ബ്രില്യന്റ് ആയ പല കുട്ടികളെ ഞാൻ കാണുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ അധികം കോൺഷ്യസ് അല്ല. അവരുടെ പിയർ ഗ്രൂപ്പ് ഇടുന്ന ഒരുവിധം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുക, ജീവിതത്തിന്റെ അവരുടെ ബുദ്ധിക്കും അവരുടെ ആ തരത്തിലുള്ള കഴിവിനും അനുസരിച്ച് വളരാൻ ശ്രമിക്കുക, അതിലൊരു സ്വാഭിമാനം കാണുക. അങ്ങനെ കാണുന്ന കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള വീടുകൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിഷമം ഉണ്ടാകാം. പക്ഷെ ഈ വിഷമത്തെ അതാണോ ജീവിതത്തിന്റെ വലിയ വിഷമം? വലിയ വിഷമങ്ങളും ഇല്ലേ, ചെറിയ വിഷമങ്ങളും ഇല്ലേ? എനിവേ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യണം എന്ന ഷാഠ്യവും അത്ര നല്ലതല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് പെൺമക്കളില്ല, എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. രണ്ടുപേരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള 2 ആൺകുട്ടികളുടെ അമ്മയാണ്. അപ്പം എനിക്ക് അത്രയും അറിയില്ല സത്യം പറഞ്ഞ കുട്ടികളുടെ ഇപ്പോഴത്തെ. കാരണം അവർ അത്ര വലിയ ദുശാഠ്യങ്ങളൊന്നും അവരുടെ പിയർ ഗ്രൂപ്പിനകത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്നോട് വലിയ ശാഠ്യം പിടിച്ചിട്ടില്ല. ഒരുവിധം മോഡറേറ്റ് ആയിട്ട് അങ്ങ് ജീവിച്ചു പോയ 2 പ്രൊഫഷണൽസിന്റെ അമ്മ എന്ന നിലയ്ക്കാണ് ഞാനീ പറയുന്നത്. അല്ലാതെ എനിക്ക് കുട്ടികളുടെ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് അറിയാത്തില്ലാത്തത് കൊണ്ട് അവർക്ക് വിഷമമില്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഈ ചെറിയ വിഷമങ്ങളല്ല പ്രധാനപ്പെട്ട വിഷമം എന്ന് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ നമ്മൾ നേടണം ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ലോകത്തെ എനിക്ക് ആവിഷ്കരിക്കാനും അനുഭവിക്കാനും ഉണ്ടെന്നുള്ള അതില്ലാതെ വരുമ്പോഴുള്ള സങ്കടമാണ് എനിക്കൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന വലിയ വിഷമം. വസ്ത്രമോ ശരിയാണ്. നമുക്ക് നമ്മുടെ ചുറ്റിനും കുറെ കാര്യങ്ങൾ നല്ലതായി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഇങ്ങനത്തെ ഒരു പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്പ് കാരണം ഉണ്ടാകുന്ന വാക്ക് തർക്കവും ഒക്കെ വീട്ടിലും സംഭവിക്കാറുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പുതിയ ജനറേഷനിൽ ഞാൻ മാം പറഞ്ഞപ്പോൾ ഇതൊന്നും അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യുക, ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ടോളറൻസ്, ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുക. നമ്മളിപ്പം ഒരുപാട് പുതിയ ജനറേഷനിൽ സൂയിസൈഡ് ചെയ്യുന്ന ഇഷ്യൂസും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ്. ഇപ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന കുറേ സൈക്കോളജിക്കൽ ടേംസ് ഉണ്ട്. എനിക്ക് ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ്. പണ്ട് നമ്മുടെയൊക്കെ തലമുറയ്ക്ക് അങ്ങനത്തെ വാക്കുകളൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ മുമ്പ് തലമുറയ്ക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കാണും. പക്ഷേ ഇത് അവരൊരു എന്താ പറയുക, അവർക്ക് സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫെയിലിയർ ഉണ്ടാവാം ജീവിതത്തിൽ, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം, അടുത്ത എന്താ സ്റ്റെപ്പ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിട്ട് അവരുടെ ലൈഫെ എൻഡ് ചെയ്യാനുള്ള ചിന്തകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, റിലേഷൻഷിപ്സ്, ബന്ധങ്ങളില്ല, ബഹുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് മാം നേരത്തെ ഇതേപോലെ സൂചിപ്പിച്ച ഒരു കാര്യമായിരുന്നു, നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് കൂടുതലാവുക, വായന കുറയുക, ഇതെല്ലാം ഈ തലമുറ വളരും തോറും വരുന്നൊരു സംഭവമാണല്ലോ. പക്ഷേ ഈ പറയുന്ന മാതാപിതാക്കളായിക്കോട്ടെ, അവർ തന്നെ ഈ കുട്ടികളോട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതാണ് ഫോൺ ഉപയോഗിക്കാൻ. പലപ്പോഴും കുട്ടികൾ കരയുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം തുടങ്ങുമ്പോഴും അവിടെയും ഒരു പ്രശ്നം വരുന്നില്ലേ? ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
പണ്ട് പുസ്തകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ പുസ്തകം വായിച്ചു. ഇന്ന് അതിൽ കൂടുതൽ മെറ്റീരിയൽ വായിക്കാനും കേൾക്കാനും, ഇറ്റ്സ് എ മൾട്ടിമീഡിയ. വായിക്കാം, കേൾക്കാം, കാണാം, എന്തും ചെയ്യാം. സോ അത് ഏത് ഗാഡ്ജറ്റ് ആയാലും, വെദർ ഇറ്റ് ഈസ് എ സ്മാർട്ട് TV ഓർ സ്മാർട്ട് ഫോൺ എന്തോ ആയിക്കോട്ടെ, നമുക്കത് യൂസ് ചെയ്യുന്നത് തരും. പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും പാരൻസ് മേ ബി എൻഗേജ് ചെയ്യാൻ മറ്റൊരു മീഡിയം എന്നുള്ള രീതിയിൽ TV-യിൽ പാട്ടോ എന്തെങ്കിലും കുഞ്ഞുങ്ങളെ ഇട്ട് കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ പുതിയ തലമുറ അധികവും 2020 കോവിഡ് ടൈമിലാണ് ഈ ഗാഡ്ജറ്റ്സിന് കുറച്ചുകൂടെ അടുപ്പം. അതൊന്നും തെറ്റോ ശരിയൊന്നുമില്ല, ദ വേ വി യൂസ് ഇട്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ല ഒരു റിലേഷൻഷിപ്പ്. ഇപ്പം നമുക്ക് എത്ര പേർക്ക് നമ്മുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മയോ കഴിഞ്ഞാൽ തൊട്ടടുത്ത ബന്ധുക്കളെ അറിയാം? നമുക്ക് അറിയില്ല. നമുക്ക് ഒരു മുതിർന്ന വ്യക്തിയോട് സംസാരിക്കേണ്ട വേ നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് പലർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് അറിയില്ല. മീൻസ് അയ്യോ ഇവരോട് ഇങ്ങനെയാണ് കേട്ടോ, ഇവരോട് ഇങ്ങനെ ഒരു വരുന്നു. അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരാൾ മുതിർന്ന വീട്ടിൽ ഒരാൾ കയറി വരും, നമ്മളൊന്ന് എഴുന്നേക്കും, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്, അയ്യോ അവരോട് അങ്ങനെ അവർക്ക് എന്ത് തോന്നും എന്ന് വെച്ചാൽ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് നോ പറയും. ഇന്ന് അങ്ങനെയല്ല, സ്ട്രെയിറ്റ് നോയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിത് വേണ്ട, എനിക്കത് ചെയ്യണം. ഇത് വളരെ സ്ട്രെയിറ്റ് ആണ്. കൂട്ടുകുടുംബം അല്ലല്ലോ ഇപ്പൊ മാം, നമ്മൾ കൂട്ടുകുടുംബം ആവണമെന്നില്ല. കൂട്ടുകുടുംബം അല്ലാത്ത ന്യൂക്ലിയർ ഫാമിലി ആയതിന്റെ പ്രശ്നമുണ്ട്. സെൽഫിഷ്നെസ് കൂടി. ഞാൻ എൻ്റെ അച്ഛനും അമ്മ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞ് മാക്സിമം അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ആ ലോകം വളരെ ഇടുങ്ങി. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി. പണ്ട് കൂട്ടുകുടുംബത്തിൽ ഒരു വലിയ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം, ഏത് കാര്യമാവട്ടെ, ഒരു വസ്ത്രമാണ്, ഭക്ഷണമാവട്ടെ, ഒരു കോഴ്സ് എടുക്കുന്നതാവട്ടെ, ഒരിടത്ത് പോകുന്നതാവട്ടെ, നമ്മൾ എത്ര പേരോട് അവർക്കൊക്കെ ഓക്കെ ആണോ എന്നറിയണം. പലവരും ചോദിക്കും. അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ട് ന്യൂക്ലിയർ ആയപ്പോൾ പല കാര്യത്തിൽ സെൽഫിഷായി. ഞാൻ എൻ്റെ കാര്യം, ഈവൻ പാരൻസ് പോലും പറയാറുണ്ട്, നീ അപ്പുറത്തവരുടെ കൂട്ടുകൂടി സമയം കളയണ്ട, നീ ഫോക്കസ്ഡ് ആവും, നീ പഠിക്കുക, നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്ത് അവരുടെ ലൈഫിനെ ഇങ്ങനെ ചുരുക്കി ഒരു ചെറിയ കുമിളയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്ന പോലെ അവരുടെ ലോകത്ത് മാത്രമായി ജീവിക്കാൻ പഠിപ്പിച്ച ഒരു തലമുറ, ഒരു പാരൻസും കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ, എന്നെ ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളോട് ഒരു അഭിപ്രായം പറയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊരു അഭിപ്രായം പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ മ്യൂസ് മേരി മാമിനും ഇതിനെപ്പറ്റി അങ്ങനെ വല്ലതും ഇതേപോലത്തെ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ പിള്ളേരാണെന്നോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ കുട്ടികളെ സൗഹൃദത്തിൽ വർത്താനം പറയുന്നതിനോടോ ഒന്നും ഒരു വിയോജിപ്പുള്ള, കാരണം ഞാൻ 90-91 യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദർ പ്രാക്ടീസ് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ആളുകളാണ്. ചിലരുടെ ജീവിതം പിന്നീട് പിരിഞ്ഞുപോയി, അവര് രണ്ടുപേരും 2 വഴിക്ക് ജീവിച്ചു. ചിലര് ഒന്നിച്ച് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, അത് അവരുടെ കാര്യമാണ്. പക്ഷെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതിൽ ഇന്ന പോലെ മറുപടി പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം അവരവരുടെ സംസാരത്തിന്റെ സന്തോഷം അവരവരെ അനുസരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ താര മാം പറഞ്ഞ പോലെ ആൾക്കാർ ഇപ്പോൾ കുട്ടികൾ തർക്കുത്തരം പോലെ പറയാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും പറയാൻ മടിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇപ്പോഴത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. ചോദ്യം മാതാപിതാക്കള് മുൻപും ചോദിച്ചിട്ടില്ലേ, നിങ്ങൾ തർക്കുത്തരം എന്താ പറയുന്നത്? അപ്പൊ തർക്കുത്തരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഉത്തരം ലോജിക്കായിട്ടുള്ള മറുപടികൾ എപ്പോഴും നല്ലത് തന്നെയാണ്. അത് ചിലപ്പോ നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാത്തതാവാം. പക്ഷെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മുതിർന്ന മനുഷ്യർ അവരുടെ അഭിപ്രായങ്ങൾക്ക് പഴക്കം, ജീവിതത്തിന്റെ ഒരു പഴക്കമുണ്ട്. കാരണം ഒരുപാട് ജീവിതം അവര് കണ്ടതാണ്. അതിൽ ചിലപ്പോൾ ചില ജീവിത സത്യങ്ങൾ കാണാം. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, അത് ആരോട് ഇടപെടുമ്പോഴും ഒരു പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനം. മുമ്പ് ആരോ പറഞ്ഞു, അവിടെ ആളുകൾ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. എഴുന്നേക്കോ എഴുന്നേക്കാതിരിക്കോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ നല്ലതാ. അത് ഇടപെടുന്ന ആളുകളുടെ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് അതാ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, മാഡം പറഞ്ഞത് ഒരു വളരെ വളരെ മുഖ്യമായ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ കാലം ഈ പറഞ്ഞ പോലെ ഉയർന്നുകൊണ്ടിരിക്കും. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ആൾക്കാർ, അത് ഒരു കുട്ടിയാകട്ടെ, അമ്മയാകട്ടെ, മുത്തശ്ശി ആകട്ടെ, അവരുടെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു രീതി, എന്താണ് നമ്മുടെ ചുറ്റിനും നടക്കുന്നത് എന്ന് ഓർത്തും കൂടെ വളരുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായുള്ളൂ. അപ്പോൾ ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികളോടും ഞാൻ നന്ദി പറയുന്നു. ഇതേപോലെ പുതിയ വിഷയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പരിപാടിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ അടുത്ത പരിപാടിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.
അതുവരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Network.